എല്ലാവർക്കും നമസ്കാരം. പ്രചോദന ബുക്ക് ക്ലബിന്റെ 49ാമത്തെ ബുക്കിന്റെ ഡിസ്കഷൻ നമ്മളൊരു സൈലന്റ് പ്രയറോട് കൂടി. തീർച്ചയായിട്ടും ആ പ്രയറിൽ നമ്മൾ ഇന്ന് ഓർക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ആർമി, നമ്മുടെ സോൾജേഴ്സിനെയും നമ്മുടെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മുടെ അമ്മമാരെയും ഓർത്ത് നമ്മൾക്ക് ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രയർ. താങ്ക് യു എവ്രി വൺ. പ്രചോദന ബുക്ക് ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾ കാർഗിൽ സർപ്രൈസ് ഫ്രം വിക്ടറി എന്ന ബുക്ക് വായിച്ചപ്പോൾ റിട്ടയർഡ് ജനറൽ വി.പി. മലിക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചകളിൽ TV ചാനലിലെല്ലാം നമ്മൾ വി.പി. മലിക് സാറെ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പ്രചോദന ബുക്ക് ക്ലബിന്റെ ഭാഗമായിട്ടുള്ളവരെല്ലാം കാർഗിൽ എന്ന് പറഞ്ഞ ബുക്കിനെ കുറിച്ച് ഓർത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ആലിസ് മേഡം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കാർഗിൽ എന്ന് പറയുന്ന ആ ബുക്കാണ് നമ്മൾ 2 മാസം എടുത്ത് വായിച്ചത്. വേറെ ഒരു ബുക്കും നമ്മൾ 2 മാസം സ്പെൻഡ് ചെയ്തിട്ടില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക്. എന്നാൽ സെൽഫ്ലെസ് സർവീസ് ചെയ്യുന്ന ഒരു വിഭാഗം, ആ ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ഒരുപാടധികം ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് മദേഴ്സ് ഡേയിലും ഒരു അമ്മ എന്ന മദർഹുഡ് എന്ന് പറയുമ്പോൾ ആ സെൽഫ്ലെസ് സർവീസ് തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നത്തെ ബുക്കിന്റെ ഡിസ്കഷൻ നമുക്ക് ആരംഭിക്കാം. 49ാമത്തെ ബുക്ക് ദ അൽമനാക് ഓഫ് നേവൽ രവികാന്ത്. അതില് നേവൽ രവികാന്തിന്റെ ഒരു പോഡ്കാസ്റ്റില് അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഒരു 8-9 വയസ്സില് ദ പാരൻസ് ടുക്ക് എ ഡിസിഷൻ ടു ഒരു ട്രാൻസിഷൻ, അമേരിക്കയിലേക്ക് ട്രാൻസിഷൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റിഫ്റ്റ് ഉണ്ടായി. സിംഗിൾ പാരന്റ് ആയിട്ട് അമ്മ മാത്രമാണ് ആ ഒരു വളർച്ച കാലഘട്ടത്തില് നേവൽ രവികാന്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അമ്മയുടെ മകൻ ലോകത്തോട് പറയുന്ന ഒരു കാര്യം വായനയെ കുറിച്ച്. അതായത് അമ്മ സിംഗിൾ പാരന്റ് ആയതുകൊണ്ടും അമ്മയ്ക്ക് വർക്ക് ഉള്ളത് കൊണ്ടും അമ്മ സേഫ് ആയിട്ട് ഈ മോനെ കൊണ്ടുവിടുന്നത്, ആഫ്റ്റർ സ്കൂള് വിടുന്നത് അവിടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിലായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാടധികം റീഡിങ് ആ ബുക്കുകളിലൂടെ നേവൽ രവികാന്തിന് കിട്ടിയിട്ടുണ്ട്. ബുക്ക് വായനയെ കുറിച്ച് നേവൽ രവികാന്ത് നമ്മളോട് പറയുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടധികം എന്താ പറയുക, ബ്ലാസ്റ്റ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്. അതിൽ നിന്ന് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 100 ബുക്കേ നമ്മൾ വായിച്ചുള്ളൂ എന്നാണെങ്കിൽ റിപ്പീറ്റഡ്ലി ആ ബുക്ക് വായിക്കാനാണ് നേവൽ രവികാന്ത് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ബുക്കിൽ ഞാൻ എൻ്റെ പോർഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ വായനയെ കുറിച്ച് പറഞ്ഞിട്ട് ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ വർഷം തുടങ്ങിയപ്പോൾ മെന്റൽ ഫോഗുകളാണ് ഒരു ടേം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തൊരു ടേം എന്നുള്ള രീതിയിൽ പറയണ്ടായിരുന്നു. മെന്റൽ ഫോഗ് മാറ്റാനായിട്ടുള്ള നമ്പർ 1 ടെക്നിക്കാണ് ഈ മൊബൈൽ മാറ്റി വെച്ച് നമ്മൾ റീഡിങ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സ് ഓരോരുത്തരോടും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ഒരു ദിവസം ഒരു ബുക്ക്, അല്ല ഒരു മാസം ഒരു ബുക്ക് എന്ന ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 50ാമത്തെ ബുക്കിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ജൂനിയർ ബുക്ക് ക്ലബ് മെമ്പേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ പറയാനിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഓരോരുത്തർക്കും പലരും ചെയ്യുന്നുണ്ടാവും, പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറഞ്ഞൊരു ബുക്ക് കയ്യിലുണ്ടാവുക. എന്നിട്ട് ഒരു ബുക്കിന്ന്, ഇപ്പൊ 50ാമത്തെ ബുക്കാണെങ്കിൽ 50ാമത്തെ ബുക്കിന്റെ പേരെഴുതുക. അതില് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റബിൾ ആവാൻ, നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് തോന്നണ 1 കോർ മെസ്സേജ് അതിലെ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ ആസ് വി മൂവ് എല്ലാം കൂട്ടായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ മറച്ചു നോക്കുമ്പോൾ ഒരു ബുക്കിന്ന് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒറ്റ കാര്യം നമുക്ക് നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആകാൻ സഹായിക്കും. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട്
ഇന്ന് മദേഴ്സ് ഡേ ആണ്. തുടങ്ങുന്നത് ജൂനിയർ ബുക്ക് ക്ലബിൽ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിച്ചു. കണ്ണടയ്ക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ അമ്മയെ മനസ്സിൽ ഓർക്കുക. ആ മെമ്മറി, അമ്മ എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ അമ്മയുടെ എന്ത് വാല്യൂ ആണ് നമ്മൾക്ക് ഇന്നും നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്ത് നമ്മളെ ബെറ്റർ ആക്കിയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് കുഞ്ഞു മക്കളോടൊന്ന് ആലോചിച്ച് എഴുതി വെക്കാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് ഈ മദേഴ്സ് ഡേയിൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്. ഒരു 30 സെക്കൻഡ്സ്. ആദ്യം വരുന്ന ക്വാളിറ്റി, അമ്മ, നിങ്ങളുടെ അമ്മ നമ്മൾ ഇത്രയും നാളും കണ്ട് പഠിച്ച് മനസ്സിലാക്കി ഒപ്പം നടക്കുന്ന അമ്മയെ കുറിച്ച് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വാല്യൂ എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയായതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുമായിരിക്കും. ഈ ഒരു മൊമെന്റില് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, വാട്ട് ഈസ് ദാറ്റ് വൺ ക്വാളിറ്റി which inspired me throughout my life from my mother. This is a surprise gift for അമ്മയ്ക്ക് ഈ ഒരു മദേഴ്സ് ഡേയില് പ്രചോദനയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന വൺ ഓഫ് ദ എന്താ പറയണേ അൺവീലിംഗ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് ആണ്. അപ്പൊ അമ്മ ക്യാമറ ഓൺ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇന്ന് ഞങ്ങള് വുമൺ ഡെന്റൽ കൗൺസിൽ, ഡെന്റൽ അസോസിയേഷന്റെ ഭാഗമായിട്ടും ഞങ്ങൾ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരുന്നു. അവിടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ ഇത് തന്നെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അമ്മ അപൂർവ എന്നുള്ള പേരില് അമ്മ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. സോ അസർട്ടീവ്നെസ്സിനെ കുറിച്ച് അവിടെ പറഞ്ഞു. എൻ്റെ ലൈഫില്, അതായത് വി ആർ അവർ ഓൺ ചെയർപേഴ്സൺ എന്ന് റസീന മേഡം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയിൽ നിന്ന് ഞങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യണം. അമ്മയ്ക്ക് പറ്റാത്ത കാര്യം അത് ആരാണെങ്കിലും നോ എന്ന് പറയാൻ യാതൊരു മടിയില്ല. ഫസ്റ്റ് ക്വാളിറ്റി ആ അസർട്ടീവ്നെസ് കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അതായത് വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ ആക്ഷൻ. അതിന് ഒരു എക്സാമ്പിളും കൂടി പറയാണ്. കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന്, അതായത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ബെഡ്ഷീറ്റ് മടക്കി വെക്കുക, ബുക്ക് എടുത്തു കൊടുത്ത് വെക്കുക, പാത്രം കഴുകി വെക്കുക, ഇതൊക്കെ ഭയങ്കര ചിട്ടയിൽ പഠിപ്പിച്ച് വിട്ട ഒരു വ്യക്തി അവിടെ ചെന്നൊരു ഹോസ്റ്റലിൽ 9 പേര് ഒരു മുറിയിൽ. അവര് രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെക്കാനില്ല. ഈ ബെഡ് കിടക്കണ കാണുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷൻ. ഞാൻ കുറെ തനിയെ മാനേജ് ചെയ്യാൻ നോക്കി, ഞാൻ കുറെ അവരോട് ഉപദേശിക്കാൻ നോക്കി. ബട്ട് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്, അത് ഞാൻ ഒരുപാട് സ്ട്രഗിളിലൂടെ പോയി. നനഞ്ഞ ഡ്രസ്സാണെങ്കിലും അതെ, ആ ഒരു സംഘർഷാവസ്ഥ എന്ന് പറയുന്നത് കുറെ ഉള്ളിൽ ഞാൻ ഒതുക്കി. പിന്നെ ഞാൻ ഒരു അമ്മോട് പറയാണ്, ദിസ് ഈസ് ഹാപ്പനിങ് എന്ന് പറഞ്ഞപ്പോ അമ്മ പറയാണേ, അത് നീ പഠിച്ച ശീലമല്ലേ, നിന്റെ അല്ലേ പ്രശ്നം. ഈ ഇത്രയധികം ആൾക്കാരെ പറയണതിന് മുമ്പ് നീ അടക്കം 9 പേര്, ഈ 9 പേരുടെ മടക്കി വെക്കാൻ എന്തോരം സമയം വേണം? അതായത് എന്റെയാണ് ആ ഒരു എന്താ നീഡ് എന്നുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെയാണ്. ദാറ്റ് ഇസ് ദ, ഇപ്പൊ ചിലപ്പോ അമ്മയ്ക്ക് അത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. അങ്ങനെ നമ്മളാണ് നമ്മുടെ ഡിസയറിന്റെ പിന്നാലെ പോകേണ്ടത്. ആൻഡ് ബി അസർട്ടീവ്. നമ്മുടെ കൃത്യമായിട്ടുള്ള ബൗണ്ടറി, എനിക്ക് എന്ത് വേണം, എനിക്ക് എന്ത് വേണ്ട എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയിൽ ബി അസർട്ടീവ് എന്ന് പറയുന്ന കോർ വാല്യൂ ആണ് അമ്മയിൽ നിന്ന് ഞങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദ റീസൺ. ഇനി രണ്ടാമത്തെ മകളുണ്ട്, മൂത്ത മകളുണ്ട്, ഉമ്മച്ചേച്ചി. സോ ദിസ് ഇസ് ദ അനദർ സർപ്രൈസ്. ഉമ്മച്ചേച്ചിക്ക് പറയാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വാട്ട് ഇസ് ദാറ്റ് വൺ മെസ്സേജ് യു want to inculcate in your life from our mother? Over to you. Okay, happy Mother's Day once again, Amma. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ചെറിയ പിള്ളേരായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണത്തിൽ നമുക്ക് സ്കൂളിൽ പോവാതിരിക്കുക എന്നുള്ളത് ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും, നമ്മുടെ പിറന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്ക്, നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ,
സദ്യ അന്ന് നമ്മളാണ് ആദ്യം കഴിക്കേണ്ടത്. സദ്യ തരും, പായസം ഉണ്ടാക്കും, നമ്മുടെ ഇഷ്ടമുള്ളത്, നമ്മുടെ ഫേവറേറ്റ് ഫുഡ്സ് ഒക്കെ അന്ന് ഉണ്ടാക്കും. അപ്പൊ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് സ്കൂളിൽ പോവാണ്ട് വീട്ടിലിരുന്ന് കഴിക്കാന്ന് വിചാരിക്കും. പക്ഷെ അമ്മ എന്താ ചെയ്യാച്ചാ പതിവിലും നേരത്തെ എഴുന്നേറ്റ് സദ്യ കഴിക്കേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളെ സദ്യ തന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടും. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി അതാണ് ഞാൻ അമ്മയിൽ നിന്ന് എന്റെ മക്കളിലേക്ക് ഞാൻ പകർത്താൻ ആഗ്രഹിക്കുന്നത്. ലവ് യു അമ്മ. താങ്ക് യു, താങ്ക് യു. ഇനി പ്രചോദനം എങ്ങനെയാ ഇങ്ങനെ മുന്നോട്ട് പോണേന്ന് ചോദിച്ചു. പലരും ചോദിക്കാറുണ്ട് അത് ആലിസ് മേഡം ഉഷ എങ്ങനെ എത്രയും എന്താ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്നേ. വൺ ഓഫ് ദ റീസൺ എൻ്റെ അമ്മയിലുള്ള എല്ലാ ക്വാളിറ്റിയാണ് ആലിസ് മേഡത്തിലും ഞാൻ കാണുന്നത്. സോ ഫ്രം വർക്ക് ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് ദൈവം അനുഗ്രഹിച്ചു തന്നതിന്റെ അമ്മയാണ് ആലിസ് മാം. സോ മദേഴ്സ് ഡേ മെസ്സേജ് ആലിസ് മാമിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓവർ ടു യു ആലിസ് മാം. താങ്ക് യു ഉഷ. ഈ അമ്മയെ കുറിച്ച് കേട്ടത് തന്നെ വലിയ കാര്യം. കാരണം എന്ത് നമ്മള് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നു അതാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ നമ്മൾ അവരെ ഉഷ പറഞ്ഞ ഒരു ഉപദേശമൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉഷയുടെ റൂംമേറ്റ്സ് 9 പേരിൽ ആർക്കെങ്കിലും ഒക്കെ ചേഞ്ച് വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവര് പിന്നെ ഉഷനെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? അപ്പൊ അമ്മമാർക്കെന്ന് പറയുമ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു വേർഡിന് വലിയൊരു വിശാലമായ മീനിങ് ആണ് എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ആദ്യത്തെ ഒരു നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? ദ ഫസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദിസ് വേൾഡ്. ഇപ്പൊ നമുക്ക് കുറേ ഏഷ്യാനെറ്റ് ഉണ്ട്, എയർടെൽ ഉണ്ട്, ഒരു ജിയോ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ വിച്ച് ഈസ് ദ ഫസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്? പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ, ആ വേർഡ് ഒന്ന് കേൾക്കട്ടെ. നമ്മുടെ ഫസ്റ്റ് നെറ്റ്വർക്ക്, ഈ ലോകത്തിലെ ഏറ്റവും ആദ്യം ഉണ്ടായ നെറ്റ്വർക്ക് ആണ് പേരൻസ് എന്ന് മൊത്തം പറയാൻ പറ്റില്ല, അതിലൊരാളാണ് മദറിനോടുള്ള കോഡിനോടുള്ള കണക്ഷനാണ്. അതെ, അമ്മയാണ് ഏറ്റവും ആദ്യം ഉണ്ടായ നെറ്റ്വർക്ക്. അത് എങ്ങനെയാണ് ആ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിരിക്കുന്നത്? ഇപ്പൊ പല പല വിദ്യകളൊക്കെ ഉണ്ട് കണക്ഷൻ കൊടുക്കാനായിട്ട്. അത് കണക്റ്റഡ് ആയിരിക്കുന്നത് ശരിക്കും സ്നേഹം മാത്രമാണ്, അല്ലേ? വേറെ എന്താ ഉള്ളത്? സ്നേഹം, കെയർ. അമ്മയുടെ ഹാർട്ട് ബീറ്റിലൂടെ കണക്റ്റഡ് ആണ്. അത് തന്നെ കണക്റ്റഡ് ആണ്. അതാണ് ആദ്യത്തെ നെറ്റ്വർക്ക്. അത് ഒരിക്കലും പക്ഷേ നമ്മൾ പറയും അമ്മ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ അമ്മ എന്ന വാക്കിന് വിശാലമായ അർത്ഥമുണ്ടെന്ന്. ആ നെറ്റ്വർക്ക് മാത്രം പോരാ, അല്ലേ? കാരണം ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാരെ കാണുന്നുണ്ട്. ആ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നല്ലോ അവർക്ക്, ഇല്ലേ? പക്ഷേ പ്രസവിക്കാത്ത അമ്മ, നമ്മുടെ മദർ തെരേസ അമ്മയല്ലേ? അതുപോലെ എത്ര എത്ര അമ്മമാര്. അപ്പൊ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയാണ്. ആ സ്ത്രീക്കുള്ള ക്വാളിറ്റീസ് ഉള്ളവരാണ് അമ്മ എന്ന് പറയുന്നത്. പ്രസവിക്കണമെന്നില്ല, ദത്തെടുത്താൽ അമ്മയാവാം, അതൊന്നുമില്ലാതെയും അമ്മയാവാം, വഴിയിൽ കണ്ട ഒരു കുട്ടിക്കും നമുക്ക് അമ്മയാവാം. അപ്പൊ ഏത് ചലഞ്ചസിനെയും ഫേസ് ചെയ്യാനും അതുപോലെ ഏത് സാഹചര്യത്തിലും ഒരു അമ്മയാവാനുള്ള മനസ്സ് അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു എന്താ പറയുക, ഒരു ജ്വലിക്കുന്ന ഒരു കാര്യം ഉള്ള ആളാണ് അമ്മ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുറെ അമ്മമാരുടെ ഉഷ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം ഈ എന്താ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. നമ്മൾ 50 പേരെന്ന് കേൾക്കുമ്പോൾ 500 ആയിരിക്കും മരിച്ചത്. അത് അവിടെയൊക്കെ അമ്മമാരുണ്ട്. സിന്ദൂരം മാഞ്ഞു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അവരൊക്കെ അമ്മമാര് തന്നെയാണ്. അവർക്കൊക്കെ എവിടെ പോകാൻ പറ്റും? ആ അമ്മമാരെയൊക്കെയാണ് നമ്മളിപ്പോ മനസ്സിൽ ഓർക്കേണ്ടത്. കാരണം അവരത്ര കഷ്ടപ്പെട്ടു. നമ്മളൊക്കെ വളരെ സുഖമായിട്ട് അവിടെ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ അമ്മ എന്ന് പറയുന്നതിന് ഒരു വൈഡ് മീനിങ് കൊടുക്കാനാണ് എനിക്കിഷ്ടം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ഇന്നലെ ഒരു പേപ്പറിൽ ഒരു ഇന്നലെ അല്ല, സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, സാറ്റർഡേ അല്ല ഫ്രൈഡേ, ഒരു അമ്മയും അച്ഛനെയും പറ്റി പറഞ്ഞിരുന്നു, ഡോക്ടർ മനിത. അപ്പൊ അവര് ഫോസ്റ്റർ പേരൻസ്. അപ്പം ഈ അമ്മ വീട് എന്ന് പറഞ്ഞ എന്റെ ഹെഡിങ് മനോരമയില്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ വെക്കേഷന് കുട്ടികളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തുക, ഈ ആരുമില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തി സ്വന്തം കുട്ടികളുടെ കൂടെ 2 മാസം ചെലവഴിക്കുക. അപ്പൊ ആ കുട്ടിക്ക് ഒരു പേരൻസിന്റെ അല്ലെങ്കിൽ ഒരു സിബ്ലിങ്സിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പൊ ഞാനിവിടെ ഇരുന്ന് പറഞ്ഞേ, മണി ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ മണിയോട് പറഞ്ഞു, മണി ഒരു കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിലും. അന്നേരം മണി ചിരിച്ചിട്ട് പറയാം, ഇവിടെ ടീച്ചർ, ഈ വയസ്സായിരിക്കുന്ന ടീച്ചർ കുട്ടികളെ കൊണ്ടുവന്ന് എന്ത് കാണിക്കാനാ? അവിടെ കുട്ടികൾ വേണം, സിബ്ലിങ്സ് ഉണ്ടാവണം, അവർക്ക് മക്കളുള്ള കുടുംബത്തിലാണ് അവർ കൊണ്ടുവരേണ്ടത്. എന്നാലാണ് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരാൾ തന്നെ ഉള്ളിടത്ത് ഒരു കൊച്ചിനെ കൊണ്ടുവരുത്തി അതിനേക്കാൾ ഭേദം അതിനെ അവിടെ ഇരിക്കുകയാണെന്ന്. ശരിയല്ലേ? സത്യമാണ് കേട്ടോ. അപ്പം അതാണ് അമ്മ എന്ന് പറയുന്നത്. അതിനും ഒരുങ്ങിയ ആ അച്ഛനും അമ്മയുമാണ് അമ്മ, അച്ഛൻ എന്ന് പറയാൻ. അല്ല സ്വന്തം മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുത്തു, ഞാൻ അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം അത് നമ്മളുടെ ഒരു കടമ, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് അമ്മയുടെ ഒരു ഉദ്ദേശം. അതാണ് ഞാൻ ഇന്ന് ഒരു റൈറ്റപ്പ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. ഒന്ന് എൻ്റെ അമ്മേനെ കുറിച്ചിട്ടാണ് ഇട്ടിരുന്നത്. അത് ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറഞ്ഞ കാരണം പിന്നെ അത് പറയുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് രാധിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ഉഷയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. രാധിക ഒരുപാട് ചേഞ്ച് വന്ന ഒരാളാണ്. ഇങ്ങനെ ഈ ലൈഫിന്റെ ചലഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്ന് ബോറടിച്ചിരുന്നപ്പോ ചേഞ്ച് ചെയ്ത ആളാണ്. അപ്പൊ അവളിപ്പോ ഒരു 30ഓളം കുട്ടികളെ സ്വന്തം വീട്ടില്, ഒരു റിമോട്ട് ഏരിയയാണ് പാലക്കാട് പുടൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് മിക്കതും. അപ്പൊ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുമ്പോ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും തിരിച്ചു വരുമ്പോ വീട്ടിലിരിക്കാൻ പറ്റില്ല, തന്നെ ഒരു സേഫ് അല്ല. അപ്പൊ ഇവളുടെ വീട്ടിലെ വന്നിരുന്ന് പഠിക്കണത്. അത് ഫസ്റ്റ് ഫ്ലോറിൽ 5000 രൂപ വാടകയ്ക്ക് കൊടുത്തിരുന്ന സ്ഥലം ഒഴിപ്പിച്ചിട്ട് അവിടെയാണ് ഈ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരിക്കൽ 2-3 ദിവസം അവിടെ പോയി താമസിക്കാനിടയായി. അപ്പൊ കുട്ടികളോട് ചോദിച്ചു, എന്തോ അവര് പറഞ്ഞു ഇവിടെ 5000 രൂപ കിട്ടുന്ന സ്ഥലമായിരുന്നു എന്ന് രാധിക എന്തോ എന്നോട് പറഞ്ഞു. അപ്പൊ പറയാണ്, ടീച്ചറെ ഞങ്ങൾ ജോലി കിട്ടി കഴിയുമ്പോൾ ടീച്ചറിന് എത്ര രൂപയാണ് നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതെല്ലാം കൊണ്ടുതരാണ്. അപ്പം അങ്ങനെ ആ കുട്ടികളെ അവിടെ പരിപാലിക്കുക, ഡാൻസ്, പാട്ട്, ഇതെല്ലാം പൈസ കൊടുത്ത ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുക. വെക്കേഷന് രാധികയുടെ 50th വെഡിങ് ആനിവേഴ്സറി നടത്തിയത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കുട്ടികളുടെ പ്രോഗ്രാം അരങ്ങേറാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൾ അത് ചെയ്തത്. 1 ലക്ഷത്തി, ഇന്നലെ എന്നോട് പറയുന്നുണ്ടായി, 1,95,000 രൂപയായിരുന്നു ആ ഫംഗ്ഷൻ നടത്തിയതിന് ഒരു ഹാളില്. അപ്പം അവളാണ് അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള അമ്മമാരെയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ വളർത്തിയാൽ നമ്മളൊരു അമ്മയാണെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും പുറത്തോട്ട് കടന്ന് നമ്മൾ ചെയ്യുക, ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക. പിന്നെ ഈ ഹാബിൽഡ് യോഗയില് ഇന്നൊരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ ഉഷ? അത് അവരുടെ പേരിന് ഫൂൽ ബസൻ യാദവ് എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അവര് 10 വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 10 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 14 വയസ്സിനുള്ളിൽ 15 വയസ്സിനുള്ളിൽ 2 കുട്ടികളുണ്ടായി. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുണ്ട്. പക്ഷെ പട്ടിണിയാണ് അവർക്ക് പട്ടിണിയാണ്. അപ്പൊ ഈ കുട്ടികൾ എപ്പോഴും വിശക്കണു എന്ന് പറയുമ്പോ ഇവർക്ക് ഭയങ്കര വിഷമം. എന്നാൽ മരിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇവര് ഈ കുട്ടികളെയും കൊണ്ട് റെയിൽ പാളത്തിൽ പോയിട്ട് മരിക്കാനായിട്ട് കിടക്കണം. അപ്പൊ ഈ 2 കുട്ടികൾ അമ്മയുടെ കാര്യം പിടിച്ച് കരഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അമ്മ, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ഇനി ഒരിക്കലും വിശക്കുമെന്ന് പറയില്ല എന്ന്. ഇത് പറഞ്ഞപ്പോഴാണ് അവർക്ക് ആ ഒരു ഇതുണ്ടായത്. അപ്പൊ അവര് നേരെ പറയുന്നുണ്ടായി, അവരുടെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായി. അപ്പൊ ആ അമ്മ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോന്നിട്ട് ഇന്ന് അവര് 8 ലക്ഷോ എത്രയോ ലക്ഷം സ്ത്രീകളെ, തെരുവിൽ നടക്കുന്ന സ്ത്രീകളെ കൂട്ടിയിട്ട് അവര് ഈ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് അവര് ജോലിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് അവര് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്ങനെയായാലും ഇന്ന് അവര് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പൊ ഒരു മരണത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് അവരങ്ങനെ ചെയ്തത്. കുറേ അമ്മമാരെ, അല്ലെങ്കിൽ കുറേ കുഞ്ഞുങ്ങളെ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചു എന്ന് അവർ പറയുന്നത്. അപ്പം ഈ അടുത്ത 14 ദിവസം അല്ലേ, അടുത്ത 14 ദിവസം നമ്മളെല്ലാം കയറുകയാണെങ്കിൽ ആ 14 ഇൻറ്റു എത്രയോ പൈസ ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാന്നാണ് മറ്റേ നമ്മുടെ ഇൻസ്പെക്ടർ പറഞ്ഞത്, അല്ലെ, ഹാബിൽഡ് പറഞ്ഞത്. അപ്പം അവരൊക്കെയാണ് അമ്മമാര്, അല്ലേ? നമ്മളൊക്കെ വലിയ കാര്യമായിട്ട് പറയും നമ്മുടെ കുട്ടികൾ അവിടെയാണ് ഇവിടെയാണ് ജോലിയുണ്ട്. അതൊക്കെ ഒരു വളരെ തുച്ഛമായ ബന്ധങ്ങൾ. നമ്മൾ ഒരിക്കൽ ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമ്പം അങ്ങനെ ഒരു സങ്കല്പം, അല്ലേ? അതിൽ ചെന്നിപ്പോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആ അറിവുകളൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോ അതിലേക്കൊക്കെ നമുക്ക് ശ്രമിക്കണം. ഇന്ന് ഞാനൊരു സ്പീച്ച് കൊടുക്കാൻ വരുന്നു ഒരു കുടുംബ യോഗത്തില്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞപ്പോ അവര് പറയണ, ഓരോരുത്തരും വന്നിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം കൂട്ടായി ചെയ്യാനായിട്ടാണ് ഞാൻ അപ്പൊ അവര് പറഞ്ഞു, ഇന്ന് തന്നെ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിട്ട്, ലേഡീസ് മീറ്റിംഗ് കൂടിയിട്ട് കൂട്ടായി എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പൊ അങ്ങനെയുള്ളൊരു കൂട്ടായ്മയാണ് നമ്മളും, അല്ലെ? നമുക്കും കൂട്ടായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി, എന്താ പറയാ, നമ്മുടേതല്ലാത്ത,
ഇപ്പൊ രാധിക ചെയ്യുന്ന മാതിരി ഒരു ബ്ലഡ് റിലേഷനും ഇല്ല, അവൾക്ക് യാതൊന്നും അവരിൽ നിന്ന് കിട്ടുന്നില്ല. ഈവൻ പേരൻസിന് പോലും അവള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുന്നൊക്കെ ഇപ്പൊ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിൽ നിന്നൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അടുക്കി വെച്ച് എന്നെ കൊടുക്കാൻ വെച്ചിട്ട്, എടീ നീ ആർക്കും കൊടുക്കല്ലേ, ഇവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കാറിന്റെ ഡിക്കിലിട്ട് എന്തോ ഒരു സാധനങ്ങളാണെന്നോ കൊണ്ടുപോയത്, ഉടുപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്മമാരാകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സ്ത്രീയാണ് അമ്മ, പ്രസവിച്ചത് അമ്മയല്ല, ദത്തെടുത്താലും അമ്മയല്ല, ഒരു സ്ത്രീ ആയിരിക്കണം. ആ സ്ത്രീ ആയിട്ട് അമ്മ ആവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് അതിനുള്ള ഒരു തുടക്കം നമുക്ക് കുറിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാ അമ്മമാർക്കും നന്ദി. ഈ കണക്ഷൻ, ഈ നെറ്റ്വർക്ക് അല്ലേ, ഈ അമ്മമാരുടെ നെറ്റ്വർക്ക് അതൊരിക്കലും നശിക്കാതിരിക്കട്ടെ, അത് റിവൈവ് ചെയ്തുകൊണ്ടേയിരിക്കട്ടെ, എപ്പോഴും അതിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓവർ ടു ഉഷ. താങ്ക് യു ആലിസ് മാം. ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള നർച്ചർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ആ വാക്കുകളിൽ നിന്ന് കിട്ടി. ഇനി നമ്മുടെ ഇന്നത്തെ 49ാമത്തെ ബുക്കിന്റെ ആദ്യത്തെ ഭാഗത്തിന്റെ എസെൻസ് നമുക്ക് രഞ്ജിനി ചേച്ചിയിൽ നിന്ന് കേൾക്കാം. ഓവർ ടു യു ചേച്ചി. മ്യൂട്ടാണ്. Thank you so much, Usha. And happy Mother's Day to all the mothers out there. Okay. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ 2 ദിവസം നാട്ടിലായിരുന്നു. അമ്മ ചേർത്തലയിലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, അമ്മ ചിരിച്ചാൽ ഞങ്ങളുടെ വേൾഡ് ഭയങ്കര ബ്രൈറ്റ് ആവും. അമ്മ ഒന്ന് ദേഷ്യപ്പെട്ട് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, 2 ഗേൾസ്. അപ്പൊ ഞങ്ങളുടെ വേൾഡ് വളരെ ഗ്ലൂമിയാവും. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാണ്ട് ഒരു പുഞ്ചിരിക്ക് ശരിക്കും ഒരു വസന്തം വിടർത്താൻ കഴിയും എങ്കിൽ അത് അമ്മയുടെ പുഞ്ചിരിയാണ്. എപ്പോഴും എനിക്ക് തോന്നാറുള്ള കാര്യമാണ്. താങ്ക് യു ഉഷ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ബുക്കില് ഈ നവൽ രവികാന്തിനെ സിംഗിൾ ഹാൻഡഡ്ലി വളർത്തിക്കൊണ്ടുവന്ന 2 പേരുള്ളത്. ഒന്ന് അമ്മ, ഒന്ന് ബുക്സ്. ഓക്കെ. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡിലൂടെ കടന്നു പോയത് പുള്ളി ഈ ബുക്കിന്റെ ആദ്യ തുടക്കത്തിൽ പറയുന്നുണ്ട്. പുള്ളിയുടെ തന്നെ വാക്കുകളിലൂടെയാണ് പറയുന്നത്. മറ്റേ വാക്കുകൾ ക്യൂറേറ്റഡ് ആണ്. അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും എടുത്തിട്ട് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ട് കുറെ റിയാലിറ്റി കൂടി ചേർത്തിട്ട് എറിക് യോർക്സൺ എഴുതിയതാണ് ബുക്ക് കംപ്ലീറ്റ് എങ്കിൽ. ഇത് പുള്ളി തന്നെ എഴുതിയിട്ടില്ല. പുള്ളിയുടെ സ്റ്റോറി പുള്ളിക്ക് അവർ പറയുന്നതുകൊണ്ട് ഒരു നാണവുമില്ല. ശരിക്കും ഞാൻ USA വന്നു, എൻ്റെ പാരൻസ് ആയിട്ടാ വന്നത്, ഞങ്ങൾ പൂവറായിരുന്നു, അമ്മ എന്നെ വളർത്തിയ കാര്യവും ഇതെല്ലാം പറയുന്ന അദ്ദേഹത്തിന് യാതൊരു മടിയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത്, അമ്മയ്ക്ക് ബേബി സിറ്റ് ചെയ്യണം, അമ്മ ഫുൾ ടൈം വർക്കിംഗ് ആണ്, അമ്മയ്ക്ക് ബേബി സിറ്റ് ചെയ്യാൻ അമ്മ രണ്ടാമതൊന്നും ആലോചിച്ചതേ ഇല്ല. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബുക്ക് ലൈബ്രറിയിലേക്കാണ് പോയത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പ്രചോദന എന്ന് പറഞ്ഞൊരു ബുക്ക് ക്ലബ് ഉള്ളത് കൊണ്ടാണ്. നമ്മളെയും കഴിഞ്ഞ 4 വർഷമായിട്ട് ബേബി സിറ്റ് ചെയ്തിട്ടുള്ളത് പ്രചോദനയാണ്, ഒരു സംശയമില്ല ആ കാര്യത്തിന്. അപ്പൊ ഈ 4 കൊല്ലത്തെ നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് അതൊരു സ്പിരിച്വൽ ഗ്രോത്തും പിന്നെ നമ്മുടെ മെന്റൽ ഗ്രോത്തും നമ്മുടെ കപ്പാസിറ്റി ഗ്രോത്ത് നടന്നിട്ടുണ്ട് ഈ 4 കൊല്ലം കൊണ്ട്. നമ്മൾ വായിച്ച 49 ബുക്കുകളാണ് ഉള്ളത്. അപ്പൊ അതില് എത്ര ബുക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ റിയലിസ്റ്റിക്കലി ഞാൻ ചിലതൊന്നും കേട്ടിട്ടില്ല. പക്ഷെ കേട്ടിടത്തോളം ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഇസ് ദ ഔട്ട്കം. ഇത് ഞാൻ എൻ്റെ പല വിഷമെന്ന് പറയുന്ന ആൾക്കാർ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. ആക്ച്വലി അമ്മ ഭയങ്കര ദേഷ്യക്കാരിയാണ്. അമ്മയുടെ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പൊ കൂടിയിരിക്കുക, കൊച്ചു കുട്ടികളുടെ ബിഹേവിയറിലേക്ക് നമ്മൾ വരും വയസ്സാകുമ്പോ എന്ന് പറയുന്ന പോലെ. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഇസ് ദ ഔട്ട്കം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് അതൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല പൂർണ്ണമായിട്ട്. പക്ഷെ എന്നാലും അമ്മ നീ പറഞ്ഞതല്ലേ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മതി, അമ്മ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കമ്മിങ് ബാക്ക് ടു അവർ ബുക്ക്, നവൽ രവികാന്തിന്റെ ഈ ബുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഫ്രീലി അവൈലബിൾ ആക്കാൻ കാരണം എന്താന്ന് വെച്ചാല് ഇതിൽ പറയുന്ന വിസ്ഡം 2 തലങ്ങളിലാണ്. ഒന്ന്, ഹൗ ടു മേക്ക് മണി ആൻഡ് ഹൗ ടു ബി ഹാപ്പി വൈൽ മേക്കിംഗ് ദാറ്റ് മണി, ഹാവിങ് ദാറ്റ് മണി ആൻഡ് ഗ്രോയിങ് ദാറ്റ് മണി എന്നുള്ളതാണ്. അപ്പൊ പ്രചോദനയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഒരു ഇത് ചെയ്തിട്ട് ഹൗ ടു ബിൽഡ് വെൽത്ത് എന്നുള്ളതിനെ കുറിച്ച്, വെൽത്ത് മാസ്റ്ററി ഇതിനെ കുറിച്ച് നമ്മളൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ മണി ജേർണി സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മൾ എടുത്തിരുന്നു. നല്ലൊരു സെഷനായിരുന്നു.
റോബർട്ട് കിയോസാക്കിയുടെ ബുക്കിന്റെ ബേസിസിലാണ്. ഈ റോബർട്ട് കിയോസാക്കിയുടെ ബുക്കിനോളം അത്രയും സ്പെസിഫിക് അല്ലെങ്കിലും ഇത് കുറേം കൂടെ ഒരു വൈഡർ സെൻസിൽ ഹൗ ടു മേക്ക് മണി ആൻഡ് ബി ഹാപ്പി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ ടെക്നോക്രാറ്റ്. ഇതാണ് ഈ നവൽ രവികാന്തിന്റെ ഈ ബുക്ക്. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്, മാത്തമാറ്റീഷ്യൻ ആണ്, എക്കണോമിസ്റ്റ് ആണ്. ഇതെല്ലാം അദ്ദേഹം ആ ലൈബ്രറിയിൽ പോയിരുന്ന് പഠിച്ച് ഉണ്ടാക്കിയ കുറെ നോളജാണ്. എക്കണോമിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ താരേ സമീപ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോഴത്തേക്കും അതിലിങ്ങനെ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഈ എഞ്ചിനീയേഴ്സ് IIT-യിൽ പോയിട്ട് അല്ല IIM-ൽ പോയി അല്ലെങ്കിൽ MBA പഠിക്കണ എന്തിനാണ്? നമുക്കൊരു ഉത്തരം ഉണ്ട് ആക്ച്വലി അതിന്. MBA എന്താണ്? ബിസിനസ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഈ MBA പഠിച്ചിറങ്ങുന്നതിൽ കുറച്ചു പേരെങ്കിലും തൊഴിൽ നൽകുന്നവരാവാറുണ്ട്. കഴിഞ്ഞ ദിവസം സന്തോഷ് കൊള്ളങ്ങരയുടെ അടുത്ത് ചോദിച്ചു, സാർ ജോലി കിട്ടാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണ്, കേരളത്തിൽ ജോലിയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു. സന്തോഷ് കൊള്ളങ്ങര അതിന് പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞു. നല്ല രസമായിരുന്നു അത്. 30 സെക്കൻഡ്സിന്റെ ഒരു ഷോർട്ടിൽ കണ്ടതാ. തൊഴിൽ എടുക്കുന്നവരാവാതെ തൊഴിൽ കൊടുക്കുന്നവരെന്നായി നോക്കൂ, തൊഴിൽ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതാണ് നവൽ രവികാന്തി ബുക്കിൽ പറയുന്നത്. 2 വഴികളാണ് അദ്ദേഹം അതിന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, യു ക്യാൻ ബിൽഡ് വെൽത്ത് ബൈ ഡൂയിങ് ടു തിങ്സ്. വൺ ഇസ് മീഡിയ, അനദർ വൺ ഇസ് കോഡ്. അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയതുകൊണ്ട് അദ്ദേഹം കോഡിങ്ങിനെ പറ്റി പറയും. ബിക്കോസ് നല്ലൊരു കോഡ് ചെയ്ത് ഒരു ആപ്പ് ഉണ്ടാക്കി, അല്ല നല്ലൊരു കോഡ് ചെയ്ത് ഒരു നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. സോഫ്റ്റ്വെയർ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്പ് ആക്കുന്നതാണ് നമ്മൾ മൊബൈൽ ഫോണിൽ നമുക്ക് കിട്ടുന്ന പല പല ആപ്പുകളും. ഈ ആപ്പ് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതായത് നമ്മൾ ഒന്നും പർച്ചേസ് ചെയ്തില്ല ആ ആപ്പിൽ കയറിയിട്ടെങ്കിൽ അതിൽ ആഡ്സ് റൺ ചെയ്യേണ്ട, അത് അവരുടെ റവന്യൂ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ഉഷയുടെ ക്ലാസ്മേറ്റ് ആണ്. ആ കുട്ടിയുടെ പേര് ബിൻസി ക്രിസ് എന്നാണ്. നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ കയറുമ്പോൾ ഒന്ന് നോക്കണം. യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ, വെബ്സൈറ്റിൽ നിന്നുള്ള റവന്യൂ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. ആർക്കും നമ്മളിൽ എത്ര പേർക്ക് അറിയാം വെബ്സൈറ്റ്, നമ്മളുടെ വെറുതെ വെബ്സൈറ്റിൽ ആഡ്സ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ പൈസ കിട്ടും എന്നുള്ളത്. എൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ച ബിൻസി പറഞ്ഞത് $2,000 പെർ മന്ത് ആഡ്സിൽ മാത്രം കിട്ടും വെബ്സൈറ്റിൽ. യൂട്യൂബിന് ഞാൻ ചോദിച്ചില്ല, ഇത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതായതുകൊണ്ട് എനിക്കറിയാം. ഇപ്പൊ യൂട്യൂബിൽ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ, സി ദിസ് ഇസ് ദ പവർ ഓഫ് മീഡിയ. ആൻഡ് നവൽ രവികാന്ത് പറയാണ്, യു ഡോണ്ട് നീഡ് എ പെർമിഷൻ ടു യൂസ് ദിസ് മീഡിയ. യെസ്, ഇറ്റ് ഇസ് ഫ്രീ. നമുക്ക് യൂട്യൂബിൽ കയറിയിട്ട് നമുക്കും ഒരു ചാനൽ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കോഡ് ചെയ്യാൻ അറിയാത്തവർക്ക്, കോഡ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് ആ രീതിയിൽ നമുക്ക് ഇപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത്, ഞാൻ കോഡിങ്ങിന്റെ കുറച്ച് ചെറിയൊരു ഭാഗം ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് എനിക്കൊരു റവന്യൂ ആണ്. പ്ലസ് ഐ റൈറ്റ് ഓൾസോ, അതും എനിക്കൊരു മറ്റൊരു റവന്യൂ ആണ്. സോ നമ്മൾക്ക് ഈ ഇന്റർനെറ്റും നമ്മളുടെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും കുറെ മേഖലകളുണ്ട് എന്നും നമ്മൾ ധൈര്യം തരികയാണ് നവൽ രവികാന്ത്. അപ്പം അദ്ദേഹത്തിന്റെ പേര് നവൽ എന്നാണ്. നവൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഗുജറാത്തിയാണ് തോന്നുന്നത്. അതുകൊണ്ട് നവൽ രവികാന്ത്. നമ്മൾ ഈ L വെച്ച് എൻഡ് ചെയ്യുന്ന കുറെ പേരുകൾ കാണാറുണ്ട്. സോ ഈ ബിൽഡിംഗ് വെൽത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു സ്കില്ലാണ്. മണി മേക്കിംഗ് ഇസ് നോട്ട് എ തിങ് ദാറ്റ് യു ഡു, ഇറ്റ്സ് എ സ്കിൽ യു ലേൺ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് മാത്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടിട്ട് 5 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന് റിച്ച് ആവാൻ കഴിയുന്നതാണ് അദ്ദേഹം പറയുന്നത്. അത്ര കോൺഫിഡൻസ് ആണ്. വെൽത്ത് മേക്കിംഗ് ഈസ് എ സ്കിൽ എന്ന് അദ്ദേഹം പറയുന്നു. വെൽത്ത് ഈസ് ദ അസറ്റ് ദാറ്റ് ക്യാൻ ഏൺ വൈൽ യു സ്ലീപ്പ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ അസറ്റും മണിയും ഇത് രണ്ടും രണ്ടാണ്. അസറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം നമ്മൾ ഇതിൽ കയറിയിട്ട് ഇന്റർനെറ്റിൽ കയറിയിട്ട് ഇദ്ദേഹം 200-ൽ പരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കിൽ. ഇൻവെസ്റ്റർ ആണ്, ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് കയറി നോക്കി ഇദ്ദേഹം എത്ര കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. 170 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് അതിന്റെ അർത്ഥം നമ്മൾ ഈ ബുക്ക് എഴുതി ഇത്രയും നാൾ കഴിഞ്ഞു ഇപ്പൊ വായിച്ച സമയത്ത് ഇദ്ദേഹം ചിലതൊക്കെ വിറ്റ് ഒഴിവാക്കി, 30 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതാണ്. അപ്പൊ അതിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി. അപ്പൊ ഇതിൽ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് നാള് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കമ്പനി ഉണ്ടല്ലോ, അദ്ദേഹം ആപ്പിലൂടെ ഫിഷ് വിൽക്കുന്ന ഒരു മീൻകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ അടുത്ത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഗൂഗിള്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, അവരെന്തിനാ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രഷ് ടു ഹോം മീൻകടയിൽ എന്തിനാ ഇൻവെസ്റ്റ് ചെയ്യാൻ വരണേ?
ഒറ്റ റീസണേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു 200 മില്യൺ തരാം. ഡോളേഴ്സ് ആണ്, മൈൻഡ് ഇറ്റ്. ഒരു 200 മില്യൺ തരാം. നിങ്ങൾ അതൊരു 400 മില്യൺ ആക്കാൻ പറ്റുമോ? കഴിവുണ്ടോ? കപ്പാസിറ്റി ഉണ്ടോ? ഉണ്ട്. എന്നാ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ ഒരു ചേർത്തലക്കാരനായിട്ടുള്ള ഒരു മീൻ കച്ചവടക്കാരന് ഗൂഗിളും ഇവരും ഒക്കെ വന്നിട്ട്, ഫേസ്ബുക്കുകാരും ഒക്കെ വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. നമുക്ക് എവിടെ വരെ ഗ്രോ ചെയ്യാം ഈ ടെക്നോളജി മാത്രം. അദ്ദേഹത്തിനുള്ള ഒരേ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ മീൻകാരെ ഈ ആപ്പ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കണമായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, റെഡ് എന്ന ഓക്കെ, ഗ്രീൻ എന്ന നോട്ട് ഓക്കെ, ഇത് രണ്ടും മാത്രം പഠിപ്പിച്ചു അവര്. ആപ്പ് യൂസ് ചെയ്യാൻ പഠിച്ചിട്ട് അവര് വില പറയുകയാണ് മീൻകാര് കടപ്പുറത്തുനിന്ന് ഫിഷ് കൊണ്ടുവരുമ്പോഴത്തേക്കും. അപ്പൊ രവികാന്ത് പറഞ്ഞിട്ടുള്ള ഈ കോഡിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണിത്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, വൈൽ യു സ്ലീപ് ദീസ് അസറ്റ്സ് വിൽ മേക്ക് വെൽത്ത്. അതിലെല്ലാം ഈ 170 ഒന്നും അദ്ദേഹത്തിന് ഫുള്ള് വെൽത്തി ആക്കില്ല. ചിലതൊക്കെ പോവും, ചിലത് കിട്ടണത് മതി ആക്ച്വലി. ഓക്കെ, 170 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഒരു 50 ഈ പറഞ്ഞ ഡബിൾ റിട്ടേൺസും ട്രിപ്പിൾ റിട്ടേൺസും വന്നിട്ടുണ്ടെങ്കിൽ 100 പോയാലും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ രീതിയിലാണ് അദ്ദേഹം എക്കണോമിക്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്തിക്കൽ വെൽത്ത് ക്രിയേഷൻ ഈസ് പോസിബിൾ. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ അല്ലെങ്കിൽ പണക്കാർ, ഇവരൊക്കെ മോശക്കാരാണ്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയോ അത്ര കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ ഒന്നും അല്ല ഇവര് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. വെൽത്ത് ഉള്ളവരൊക്കെ എന്തോ, പക്ഷെ എത്തിക്കൽ വെൽത്ത് ക്രിയേഷൻ ഈസ് പോസിബിൾ ആൻഡ് ഇറ്റ് ഇസ് ലീഗൽ ഓൾസോ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളുടെ അടുത്ത് കോഷൻ ചെയ്യാണ്, ഇഫ് യു സീക്രട്ട്ലി ഡെസ്പൈസ് വെൽത്ത് ഇറ്റ് വിൽ നോട്ട് കം ടു, ഇറ്റ് വിൽ ഗോ അവേ ഫ്രം യു എന്ന് പറയുന്നുണ്ട്. അപ്പൊ വെൽത്തിനെ നമ്മൾ വെൽക്കം ചെയ്യാന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. If you care about ethical wealth creation, it is better to create your wealth using code and media. അദ്ദേഹം പറയുകയാണ്. ഞാൻ 1-2 അദ്ദേഹത്തിന്റെ കോട്ട്സ് വായിച്ചിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം. എത്തിക്കൽ വെൽത്ത് ക്രിയേഷൻ യൂസിങ് കോഡ് ആൻഡ് മീഡിയ, ഇതാണ് ഇദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ മുഴുവൻ ഇതാ പറയുന്നത്, എങ്ങനെ ചെയ്യാന്നുള്ളത്. സെക്കൻഡ് പാർട്ടിൽ ഹൗ ടു ബി ഹാപ്പി വിത്ത് ദാറ്റ് വെൽത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ലിവറേജിങ് കോഡ് ആൻഡ് മീഡിയ, ബിക്കോസ് then those products are equally available to everybody, as opposed to trying to create wealth through ലേബർ ആൻഡ് ക്യാപിറ്റൽ. പണ്ടത്തെ നമ്മുടെ മെത്തേഡ് എന്താണ്, ലേബറും ക്യാപിറ്റലും യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക, ഇൻഡസ്ട്രീസ് ബിൽഡ് ചെയ്യുക. ഇപ്പൊ നോക്കൂ, കോഡ് ആൻഡ് മീഡിയയിലേക്ക് മാറിയിട്ടുണ്ട്, ബിക്കോസ് ദാറ്റ് ഈസ് അവൈലബിൾ. മറ്റൊരു ലേബർ ആൻഡ് ക്യാപിറ്റൽ പോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു രീതിയാണ് ഈ പറഞ്ഞ കോഡ് ആൻഡ് മീഡിയ ലിവറേജ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ സത്യം പറഞ്ഞാൽ കടം എടുക്കേണ്ട ആവശ്യമില്ല. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, എന്റെ ബിൻസിക്ക് 2 കാര്യങ്ങളാണല്ലോ, ഒരു ലാപ്ടോപ്പും ഒരു നല്ലൊരു ക്യാമറയും പിന്നെ കുറച്ച് കുക്കിംഗ് വെസൽസും യൂട്ടൻസിൽസും. ഞാൻ ചെന്ന് കാണുമ്പോൾ 2018 അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ നിന്റെ ഫ്രണ്ട് റൂം, എന്താ ഇത് കാണുന്നത്, ഇത് സ്റ്റുഡിയോ ആണോ? അല്ല രഞ്ജിനി, ഞാനിപ്പം സെറ്റ് ചെയ്തു, കുട്ടികളെ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു, ഇത് എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് എനിക്ക്, അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ദാറ്റ് ഈസ് പോസിബിൾ. നമ്മുടെ വീട് നമുക്ക് ഒരു ചെറിയ സ്റ്റുഡിയോ ആക്കിയിട്ട് മോണിറ്റൈസ് ചെയ്യാം നമ്മളുടെ കഴിവുകളെ. സോ ഗെറ്റിംഗ് റിച്ച് ഈസ് അബൌട്ട് നോയിങ് വാട്ട് ടു ഡു. വെരി ഇമ്പോർട്ടൻ്റ് ആണ് നോയിങ് വാട്ട് ടു ഡു, ഹൂ ടു ഡു ഇറ്റ് വിത്ത് ആൻഡ് വെൻ ടു ഡു. അതായത് ആരുടെ കൂടെ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എന്ത് ചെയ്യണം. ഇതാണ് ഗെറ്റിംഗ് റിച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മൾ ഇരുന്ന് മനനം ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഗട്ടിൽ ഫീൽ ചെയ്യും, അയ്യോ ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് തോന്നിയത് ശരിയല്ല, പിന്നെ അതിൽ നിന്ന് മാറുക, അടുത്തതിലേക്ക് നീങ്ങുക. അതിനുള്ള ഒരു ധൈര്യം നമ്മൾക്ക് ഉണ്ടാവണം. ഇഫ് യു വോണ്ട് ടു ഓൺ ഇക്വിറ്റി, യു വോണ്ട് ടു ഓൺ ഇക്വിറ്റി ഇഫ് യു ക്യാൻ. അതാണ് ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ശരിക്കും ഇവരൊരു മണി ലെൻഡേഴ്സിനെ പോലെ തന്നെയാണ്, പക്ഷെ ട്രഡീഷണൽ സെൻസിലുള്ള മണി ലെൻഡേഴ്സ് അല്ല. അപ്പൊ ഇവർക്ക് ഇത് റിസ്ക് ഉള്ളതാണ്, ഭയങ്കര റിസ്ക് ഉള്ളതാണ്, പക്ഷെ അവർക്ക് ആ ഇക്വിറ്റി ആണ് അതില്. ഇപ്പൊ നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതും ഒരു മൈക്രോ ഓണർഷിപ്പ് ആണ്, പക്ഷെ അതിനേക്കാളും വലുതാണ് ഈ ടൈപ്പ് ഓണർഷിപ്പ്. അതായത് ഇവര്
IPO ഇതില് പോകുന്നതിന്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കമ്പനിയെ ഫണ്ട് ചെയ്യണത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗ്രോ ചെയ്തിട്ടുള്ളതാണ് ഈ നൈക്ക പോലെയുള്ള കമ്പനികളൊക്കെ. അങ്ങനെ ഗ്രോ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് ഫണ്ടിങ് എടുത്തിട്ട് ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനീസ് ആണ്. ഷാർക്ക് ടാങ്കിൽ നമ്മൾ കാണാറുണ്ട് ഇതുപോലുള്ള കമ്പനീസ് വന്നിട്ട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്ന് പൈസ എടുത്ത് ഇതാവുന്നത്, ഗ്രോ ചെയ്യുന്നത്. If you want to own equity, you want to own equity in a company. If you don't own equity in a business, your odds of making proper money is very slim. അതായത് നമ്മളൊരു ജോബിൽ പോയി ഇത് ചെയ്തു, തിരിച്ചു വന്നു, സാലറി കിട്ടി തിരിച്ചു വന്നു. പക്ഷെ നമുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു ബിസിനസ് അല്ലെങ്കിൽ സൈഡ് ബിസിനസ് എവിടെയെങ്കിലും ആളെ വെച്ച് ചെയ്യോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ അയാളുടെ സെൻസിലുള്ള റിച്ച്നെസ് ആണ് കേട്ടോ, അദ്ദേഹത്തിന്റെ സെൻസിലുള്ള റിച്ച്നെസ് ആണ് പറയുന്നത്. നമ്മളുടെ സെൻസിലുള്ള റിച്ച്നെസ് ആയിരിക്കില്ല അത്. ആ സെൻസ് ഓഫ് ലെവലിലേക്ക് നമുക്ക് റിച്ച് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, 3 big ones in life are wealth, health and happiness. We pursue them in that order. ആദ്യം വെൽത്ത് ഉണ്ടാക്കുക, ഹെൽത്ത് ഉണ്ടാക്കുക, പിന്നെ ഹാപ്പിനെസ്. ബട്ട് ദർ ഇമ്പോർട്ടൻസ് ഈസ് റിവേഴ്സ്ഡ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ഹാപ്പിനെസ്. അത് കഴിഞ്ഞിട്ടോ ഹെൽത്ത്, അത് കഴിഞ്ഞിട്ടോ വെൽത്ത്. നോക്കൂ എത്ര ബുദ്ധിപരമായിട്ടാണ്. ഇറ്റ്സ് നോട്ട് എ പ്ലേ ഓഫ് വേർഡ്സ്. പക്ഷെ അദ്ദേഹം വേർഡ്സിനെ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് കാണാം. ഇതൊക്കെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എംപവറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉഷ ഈ ബുക്ക് എടുത്തതിന് വളരെ താങ്ക്സ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. നമ്മുടെ റീഡേഴ്സ് നല്ല രീതിയിൽ വോയിസ് നോട്ട്സ് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. അതായത് ഓദർ പറയുന്നുണ്ട്, അതായത് ഈ പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതിൽ വൺ ഓഫ് ദ റീസൺ, ഇഫ് യു ആർ ലിസ്ണിംഗ് ടു ദിസ് പോഡ്കാസ്റ്റ് യു ആർ സെൽഫ് മോട്ടിവേറ്റഡ് എന്നൊരു വാക്ക് അതിൽ പറയുന്നത് കൃത്യമായിട്ട്. അതായത് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഹാപ്പിനെസ്സിൽ നിന്ന് നമ്മളെ ഹെൽത്തും നമ്മുടെ വെൽത്തും ജനറേറ്റ് ചെയ്യാനായിട്ട്, എത്തിക്കലി ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഈ ബുക്ക്. താങ്ക് യു ഫോർ ദാറ്റ് വെരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. നൗ ജെയ്മി ടീച്ചർ. ഓക്കെ, ഞാനെന്റെ മോനുണ്ട് കേട്ടോ, അതുകൊണ്ട് ക്യാമറ ഞങ്ങളൊരു യാത്രയിലായിരുന്നു, അപ്പൊ ഇച്ചിരി തിരക്കായി പോയി. എന്തായാലും രഞ്ജിനി മാം പറഞ്ഞു വെച്ചത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്കും ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ മാം ഏകദേശം ഷെയർ ചെയ്തപ്പോ ഓൾമോസ്റ്റ് ഓൾ പോയിന്റ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയതും ഇത് തന്നെയാണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. അതേപോലെ തന്നെ നവൽ രവികാന്തിന്റെ ഈ ബുക്ക് വായിച്ചപ്പോ എനിക്ക് 12th പിള്ളേർക്കൊരു ചാപ്റ്റർ, യങ്സ്റ്റേഴ്സിന് ടു ഹൗ ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്നുള്ള ഒരു പോർഷൻ ഉണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ ഇതുപോലെ യങ് ഓണ്ടർപ്രണേഴ്സിനെ പറ്റിയാണ് പഠിപ്പിക്കുക. അപ്പൊ അതിൽ പറയുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ ഓണ്ടർപ്രണർ ഉണ്ട്, ഇർഫാൻ ആലം, അറിയുമായിരിക്കും. റിക്ഷ പുള്ളേഴ്സിന് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരാളാണ് റിക്ഷ പുള്ളേഴ്സിന്റെ ലൈഫില്. അപ്പോ അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും ഇതുപോലെ തന്നെ അദ്ദേഹം വളരെ ചെറിയ സമയത്ത് ഇതുപോലെ മണി മേക്കിങ്ങും സ്റ്റോക്ക് മാർക്കറ്റിങ്ങും എല്ലാം ഹി വാസ് റെഡി ടു ടേക്ക് ചാലഞ്ചസ്. അതിനോടനുബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ തന്നെയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്, നമ്മുടെ നാട്ടില് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മാം അത് ഷെയർ ചെയ്തു, നമ്മൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകള് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും തന്നെയാണെങ്കിലും ഒരു ജോലി കിട്ടിയാല് എല്ലാമായി, അതോടെ നമ്മുടെ റിസോഴ്സ് എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മളെല്ലാം നിൽക്കുക. നമ്മള് നമ്മുടെ കഴിവിനെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമ്മള് വി ഷുഡ് ബി ഡെയർ ടു ഇൻവെസ്റ്റ് എന്നുള്ളതാണ് ആള് വീണ്ടും വീണ്ടും പറയുക. ഇതെല്ലാം തന്നെ നമ്മുടെ മാം പറഞ്ഞു, രഞ്ജിനി മാം എല്ലാം തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അതിൽ 1-2 കാര്യങ്ങളും കൂടെ എടുത്തു പറയുകയാണെങ്കിൽ ആളൊന്നുകൂടെ വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആള് പറയുവാണ്, ഇപ്പൊ നിങ്ങള് എല്ലാ സ്ഥലത്തും നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക്
ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് മണി തരുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ഇല്ല. നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ജോലി ചെയ്തിരുന്ന അത്രയും നിങ്ങൾക്ക് ക്യാഷ് കിട്ടണില്ല. അപ്പൊ നിങ്ങൾ ഇനി നോക്ക്, ഇപ്പൊ ചിലപ്പോ ഡോക്ടേഴ്സിനെയാണ് അത് അവരെടുത്ത് പറയുക. അപ്പൊ പറയുന്നുണ്ട് വെൽത്തി ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാല് അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് കൂടി ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് അവര് ഹൈലി വെൽത്തി ആയിട്ട് മാറുക. അപ്പൊ അങ്ങനെ ഓരോ ഇത്രയും പറ്റിയ ആളിങ്ങനെ എഴുതി ആളുടെ ഐഡിയ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടും കൂടെ ആള് ശ്രമിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കോഡിങ്ങും ആപ്സും അത് തന്നെയാണ് ആളിതിലും എനിക്ക് തന്ന പോർഷനിലും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. മെയിൻ കാര്യങ്ങൾ അത് തന്നെയാണ്. പറയാണ് വൺസ് നമ്മളത് മേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഇറ്റ് ഈസ് ജസ്റ്റ് എ കോൺക്രീറ്റ് മണി ഫോർ യു. നമ്മൾ അതിനെ പറ്റി അറിയണ്ട. അപ്പൊ ഞാനിങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ബ്രദർ എബ്രോഡാണ്, വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പുള്ളി ഇതുപോലെ ഈയിടെയായിട്ട് ഇങ്ങനെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചേട്ടൻ എന്തിനിപ്പോ അങ്ങനെ ചെയ്യണേ? പക്ഷെ അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞവർക്ക് ഇത് ഒരു റൈറ്റ് ടൈമാണ്. ആള് ചില ഇൻവെസ്റ്റ്മെന്റുകൾ ഇപ്പൊ റൈറ്റ് ടൈമാണ്. ആ റൈറ്റ് ടൈമിൽ ഇട്ടാൽ ചെയ്താലേ കാര്യമുള്ളൂ. അത് പോയി കിട്ടിയാ കിട്ടി. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പുള്ളിയുടെ അത് കറക്റ്റ് റൈറ്റ് ടൈം ആയിരുന്നു. അപ്പോ ഞാനപ്പോ ശരിക്കും ഇത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ബ്രദറിന്റെ ആ ഒരു കാര്യം ഞാനൊരു സമയത്ത് ടെൻഷൻ അടിച്ചു. പക്ഷെ ആ ഒരു ധൈര്യം ശരിക്കും പറഞ്ഞാൽ ഇന്ന് എല്ലാ യങ്സ്റ്റേഴ്സിനും വേണം. ഇപ്പൊ ഒരുപാട് കുട്ടികൾ മാറിയിട്ടുണ്ട്. മാം പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ മീഡിയ അല്ലെങ്കിൽ മോഡേൺ യുഗത്തിൽ ഒരുപാട് പേര് മാറിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്സും പ്രോജക്ട്സും കുറേയും കൂടെ ഇന്നോവേറ്റീവ് ചാലഞ്ചസ് എടുക്കാനായിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് കുറെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മോട്ടിവേഷൻ എന്നുള്ളത് ഇതുപോലുള്ള നവൽ രവികാന്തിനെ പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രചോദനവും ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കാനായിട്ട് ഈ ഇങ്ങനെയുള്ള റീഡിങ്ങിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രചോദനയോടും ഞാൻ ഒത്തിരി നന്ദി പറയാണ്. കാരണം ഞാൻ ഈ പ്രചോദനയിൽ അംഗമായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വായിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ബുക്ക് ആയിരിക്കില്ലായിരുന്നു ഈ ബുക്ക്. കാരണം നമുക്ക് ഓരോരുത്തർക്കും എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു നമ്മൾ നിരന്തരമായിട്ട് എടുത്തുകൂട്ടുന്ന ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ഉണ്ടല്ലോ സെലക്ഷനിൽ. അപ്പോൾ ഞാൻ അതിനൊത്തിരി നന്ദി പറയാണ്. കാരണം എനിക്ക് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു നോർമലി ഏൺ ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണമെന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കണ്ടെന്നും അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള സംരംഭം ഇസ് പോസിബിൾ ഫോർ എവ്രി വൺ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കാൻ കൂടി നമുക്ക് ഒരു ഇടം തരുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ അതിനൊത്തിരി നന്ദി പറയാണ്. എല്ലാവരുടെയും ഷെയറിങ്ങും വളരെ നന്നായിരുന്നു. ഈ ഒരു മാസം എനിക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്നൊരു ബുദ്ധിമുട്ടാണ്. ഇത്തിരി ഷെയർ ചെയ്യാനൊക്കെ ഇത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജെയിൻ ടീച്ചർ. നമ്മളെപ്പോഴും പ്രചോദനയില് ഇപ്പൊ ഒരു ദിവസം അങ്ങോട്ട് മാറിപ്പോയി, 2 ദിവസം അങ്ങോട്ട് മാറിപ്പോയി. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഡിസ്കഷൻ മെയ് 11 വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് തീർക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഇതിൽ ഓരോരുത്തരും കാണിക്കാറുണ്ട്. അപ്പോൾ പ്രചോദന ബുക്ക് ക്ലബ്ബ് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ വൺ ഓഫ് ദ റീസൺ ഇതിൽ ഓരോ മെമ്പേഴ്സും സെൽഫ് മോട്ടിവേറ്റഡ് ആണെന്നുള്ളതാണ്. അല്ലാത്തവർ പലപ്പോഴും പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കൊഴിഞ്ഞു പോകും. അതായത് എനിക്കത് സമയമില്ല എന്ന് പറയണതിന്റെ വൺ ഓഫ് ദ റീസൺ ഇത്രയേ ഉള്ളൂ, നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇത് പ്രയോറിറ്റിയിലേക്ക് എടുത്ത്, പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു മിത്താണ്. നമ്മളത് എൻജോയ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും അത് ചെയ്യുന്നത് കൊണ്ടാണ് ആ കണ്ടന്റ് നമ്മൾ ഓരോ മെമ്പേഴ്സിലേക്കും എത്തുന്നത്. തീർച്ചയായിട്ടും അത് അവിടെ തന്നെ കിടക്കും. ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ ആണെങ്കിലും നമ്മൾക്ക് കേൾക്കാം. അങ്ങനെ കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് ടീച്ചർ പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഒരു ചേഞ്ച്, നമ്മൾ കാണാത്ത സാധനങ്ങൾ കാണാനും കേൾക്കാനും അനുഭവിക്കാനും നമുക്ക് ഈ വായനയിലൂടെ, കൂട്ടായിട്ടുള്ള വായനയിലൂടെ സാധിക്കട്ടെ. അപ്പോൾ
വെൽത്തിന്റെ പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് പാർട്ട് 2 എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. ഫോർ ദാറ്റ് അബ്ദുൾ റഹീം സർ. Good evening, madam. Good evening, all of you. Actually, ഇന്ന് മദേഴ്സ് ഡേന്റെ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങിയത്. അപ്പോ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാല്, ഞാനിവിടെ ഷാർജയിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു ട്രഷറായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മദറിനെയാണ്. ഓൾദോ മദർ ഈസ് ബെഡ് റിഡൺ ആണ്, പക്ഷേ ഞാനിപ്പോ ഓൾമോസ്റ്റ് 59 to 60 കടക്കാൻ പോവാണ്. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മയെ വിളിക്കുമ്പോൾ ആദ്യം എന്നോട് ഒരു 6 year ചൈൽഡിനെ പോലെയാണ് എൻ്റെ മദർ എന്നോട് സംസാരിക്കുക. ലൈക്ക് രാവിലെ വിളിച്ചാൽ ചോദിക്കും ഭക്ഷണം എന്താ മോനെ കഴിച്ചത്, ഭക്ഷണം. ഉച്ചക്കാണെങ്കിൽ അതേപോലെ. അതിൽ നിന്നാണ് ഉമ്മയുടെ ഒരു സ്റ്റാർട്ടിങ്. അപ്പോ മദർ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു സ്നേഹത്തിന്റെ ഒരു കൂമ്പാരാണ്, ഒരു മലയാണ്. അപ്പോ അവര് ജസ്റ്റ് ബെഡ് റിഡൺ ആയാലും അവര് ആ ഉച്ഛ്വാസം നടത്തിയിട്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ തന്നെ അത് ഇറ്റ്സ് അമേസിങ്. അതിന് ഈക്വൽ ആയിട്ട് ഒന്നും നമുക്ക് പറയാനില്ല. അങ്ങനെ അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ ഒരു വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് തന്ന ഒരു പാർട്ട്, ഇതിനു മുമ്പ് സംസാരിച്ച രഞ്ജിനി മേഡം ആയാലും ജെയ്മി ടീച്ചർ ആയാലും, രഞ്ജിനി മാം ശരിക്കും ഒരു റിസർച്ച്ഡ് ടോപ്പിക് ആയിട്ട് എടുത്തിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. വെൽ റിസർച്ച്ഡ്. ജെയ്മി ടീച്ചർ നന്നായിട്ട് പറഞ്ഞു. എനിക്ക് കിട്ടിയ പാർട്ടിൽ അധികം വലിയ റിസർച്ചിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹാപ്പിനെസ് ആണ്. അത് ഇതിലുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം അറിയുന്ന കാര്യം കൂടിയാണ്. അത് നമ്മളെപ്പോഴും ഈ ഹാപ്പിനെസ് നമ്മളെപ്പോഴും കിട്ടാതെ വരാനുള്ള പല കാരണങ്ങളെ കുറിച്ചും അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഓഫീസിൽ മറന്നുപോയി. ഞാൻ ഡേറ്റ് മറന്നുപോയുണ്ട്. പക്ഷെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ആക്ച്വലി നമ്മൾ ഈ പാസ്റ്റും ഫ്യൂച്ചറും ആയിട്ടുള്ള കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രസന്റിലുള്ള ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പാസ്റ്റ് എക്സ്പീരിയൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ കാര്യത്തോടും നമ്മൾ കാണിക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ, ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടിയ അനുഭവം വെച്ചിട്ട് നമ്മൾ ഓരോന്നിനോട് ഇന്റർപ്രിറ്റേറ്റ് ചെയ്യുന്ന കാരണമാണ് നമ്മൾ ഒരു ഹാപ്പിനെസ് ശരിക്കും വരാത്തത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു കൊച്ച് എടുക്കുക, ഒരു മകന്, എൻ്റെ ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്, അവൻ എപ്പോഴും ചിരിക്കും, അവനൊന്നിനും ജഡ്ജ് ചെയ്യില്ല. പക്ഷെ നമ്മൾ എന്തൊരു ചെറിയ കാര്യം എടുത്താലും നമ്മൾ അങ്ങോട്ട് സ്മൈൽ ചെയ്തു, എന്തുകൊണ്ട് തിരിച്ച് സ്മൈൽ ചെയ്തില്ല, നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു, തിരിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, ഈ ഒരു ജഡ്ജ്മെന്റ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇത് നമ്മളെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ബിൽഡ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ ജഡ്ജ്മെന്റ് ഒന്നിനും പാടില്ല. ഒരു കാര്യത്തെ ആസ് ഇറ്റ് ഈസ് ആയിട്ട് കാണുക. പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്യരുത്. അഥവാ ജഡ്ജ് ചെയ്യാൻ പോയാലും അത് അദ്ദേഹം പറഞ്ഞ പോലെ അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം കാണാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മളെ മനസ്സ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ മനസ്സിൽ ഒരു ഇന്നർ പീസ് വരും. അപ്പൊ ആ ഇന്നർ പീസിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അപ്പോ ആ ഒരു ബ്ലെസ്സിങ്ങിനെ കൗണ്ട് ചെയ്യുന്നതിലൂടെ എപ്പോഴും നമുക്ക് സമാധാനം, സന്തോഷം. നമ്മളെ പൊതുവെ യൂഷ്വലി ജനങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്, ഇൻക്ലൂഡിങ് മീ, ഓക്കെ, പറയാം, അതായത് നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് ആയിരിക്കും നമ്മളെ മനസ്സ് എപ്പോഴും പോവാ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും ബോധവാന്മാരില്ല. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്ഫുൾനെസ്, ഇതൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തത്, ഒരാൾക്ക് ഒരു നല്ല വീട്, ഒരു കാർ ഉണ്ടെങ്കിൽ എൻവി ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. അതിലും വലിയ നല്ല കാറും വീടൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ നമുക്ക് അസൂയപ്പെടാനേ പാടില്ല. അതിൽ അവരൊക്കെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ നോ എൻവി അറ്റ് ഓൾ. പിന്നെ എക്സ്പെക്ടേഷൻ, അത് കുറച്ചൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ സങ്കടപ്പെടാനില്ല. അത് ഓക്കെ, അങ്ങനെ എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ മറ്റൊന്ന് വെച്ചാല്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഒരു ഹാപ്പിനെസിന്റെ ഇമ്പോർട്ടന്റ് ഒരു എലമെന്റ് ആണ് സമാധാനം. ആ സമാധാനം ഇല്ലാത്ത കാലം വരെ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. മിക്ക ആൾക്കാരും നമ്മളെ ജീവിതത്തിന്റെ തുടക്കത്തില്
കുറെ പൈസ ഉണ്ടാക്കുകയുള്ള വെപ്രാളത്തിൽ നമ്മൾ ജീവിക്കാനും നമ്മൾ എൻജോയ് ചെയ്യാനൊക്കെ മറക്കും. അവസാനം കുറെ പൈസയും വെൽത്തൊക്കെ വെട്ടിപ്പിടിച്ച് വരുമ്പോഴേക്ക് നമുക്ക് നമ്മളെ ഹെൽത്ത് ആകെ അവശതയിലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. സോ അതിനെക്കുറിച്ചുള്ള നല്ലൊരു അവയർനെസ് ഈ ഒരു ബുക്കിലൂടെ കിട്ടി. ഓൾദോ ഐ ആം നോട്ട് യങ് പേഴ്സൺ, ബട്ട് ഇത് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റി. കാരണം വെച്ചാല് പ്രസന്റ് എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നെ അത് തിരിച്ചു കിട്ടില്ല. ടൈം അത്രയും വാല്യൂബിൾ ആണ്. ഈ അറ്റ് ദിസ് മൂമെന്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു എൻജോയ്മെന്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഐ വിൽ നെവർ കം ബാക്ക് ടു ദിസ് പ്ലേസ്, പ്രസന്റ് സിറ്റുവേഷൻ. സോ ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ കൺഫ്യൂഷ്യസ് നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മളൊരു എന്താണ് ഒരു തിരിച്ചറിവ്, വെൻ വി റിയലൈസ് ദാറ്റ് വി ഹാവ് ഓൺലി വൺ ലൈഫ്. സോ അതൊരു തിരിച്ചറിവ് ഭയങ്കരമാണ്. പിന്നെ എപ്പോഴും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് സെൽഫ് അവയർനെസ്, സെൽഫ് കൺട്രോൾ, സെൽഫ് ഡിസിപ്ലിൻ. ഇതൊക്കെ നമുക്ക് സമാധാനവും സന്തോഷം ഉണ്ടാക്കി തരും. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു അറിവ് മനസ്സിലുണ്ടാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. സെൽഫ് അവയർനെസ്, പിന്നെ എന്ത് കാര്യത്തോടും ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാവുക, പിന്നെ എല്ലാത്തിനും ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുക. പിന്നെ മറ്റേ അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് മെഡിറ്റേഷൻ. അതെല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ, ഒരാൾക്ക് ഏതൊക്കെ ടൈപ്പ് മെഡിറ്റേഷൻ ആണ് സൂട്ടബിൾ അത് അവർക്ക് ഫോളോ ചെയ്യാം. പക്ഷെ മെഡിറ്റേഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കുള്ള കുറെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ റിപ്ലേസ് ചെയ്തിട്ട് ഗുഡ് ഹാബിറ്റ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പൊ രാത്രി നേരത്തെ കിടക്കുന്ന സ്വഭാവം, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന സ്വഭാവം, ഇതൊക്കെ നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ റീപ്ലേസ് ബാഡ് ഹാബിറ്റ്സ് വിത്ത് ഗുഡ് ഹാബിറ്റ്സ്. പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സിന് എപ്പോഴും ഈ പ്രചോദന പോലെയുള്ള ഇത്രയും ഒരു എന്താണ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മളെ മൊത്ത സ്വഭാവം എന്ന് പറയുന്നത് നമ്മള് സറൗണ്ടിങ്ങിലുള്ള 5 ഫ്രണ്ട്സിന്റെ സ്വഭാവമായിരിക്കും നമുക്കും പ്രതിഫലിക്കുക. അപ്പൊ എപ്പോഴും ചൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ വേണ്ടാതെ കുറെ സീക്രട്ടുകളൊക്കെ മനസ്സിലിങ്ങനെ വെക്കാതെ കുറച്ച് നമ്മളെ ഫ്രണ്ട്സിനോടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തികളോട് നമ്മൾ ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാക്കാൻ കുറെ കാര്യങ്ങൾ. ഞാൻ ഇന്ന് പോലും ഇവിടെ ഷാർജ ബീച്ചിൽ പോയിരുന്നു. അവിടെ നല്ല ഫ്രഷ് എയർ, സൺലൈറ്റ്. പിന്നെ ഇവിടെ ഷാർജ കോർണിഷിലൂടെ പോകുമ്പോൾ ഒരു യോഗ ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ അവര് അറ്റ് എൻഡ് ഓഫ് ദ യോഗ ഒരു ലോഫിംഗ് സെഷൻ ഉണ്ടാവും. അപ്പൊ ഏത് മസിൽ പിടിച്ച് ഇരിക്കുന്ന ആൾക്കാരായാലും ആ ഒരു സെഷനിൽ പങ്കെടുത്താൽ ചിരിച്ചു പോകും. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇസ് റിയലി വർക്കിംഗ് വെരി വെൽ. സോ although they are my friends, the Gurujis are my friends. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ജസ്റ്റ് റീപ്ലേ ഇൻ അവർ മൈൻഡ് സോ ദാറ്റ് വി ക്യാൻ ബ്രിങ് മോർ ഹാപ്പിനെസ്. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ആക്സെപ്റ്റൻസ് ആണ്. നമുക്കൊരു കാര്യം ചേഞ്ച് ചെയ്യാൻ പറ്റണേ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, ലീവ് ഇറ്റ്. അങ്ങനെയാണ് പറയുന്നത്. എവറി എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചാൻസ് ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് അവർ സെൽഫ്. നമുക്ക് ഓരോ എക്സ്പീരിയൻസിലേക്ക് ചെന്ന് പെട്ടാലും മാത്രമേ നമ്മളൊരു ബെറ്റർ വേർഷൻ ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒരു സോഷ്യൽ കണക്ഷനും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളെ ലൈഫ് ഇന്നലത്തെ പോലെ ആയിരിക്കും. ഇന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ലൈഫിൽ. സോ തിങ്ക് അബൌട്ട് അവർ ഡെത്ത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ എഫക്ട് ചെയ്തത്. കാരണം വെച്ചാൽ എല്ലാ റിലീജിയനും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മരണത്തെ കുറിച്ച്. അപ്പോ ആ മരണത്തെ കുറിച്ച് ഓർക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും. കാരണം വെച്ചാല് ഒരു മനുഷ്യന്റെ ഏവറേജ് ഏജ് മേ ബി 80 to 90 or 100 മാക്സിമം. അപ്പൊ അതിനുള്ളിൽ എന്തായാലും നമ്മൾ ഈ ലോകത്ത് നിന്ന് പോയേ പറ്റും. അപ്പൊ അങ്ങനെ ചിന്തിച്ച് കുറെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഒരു മിന്നാമിനിങ്ങിന്റെ ലൈഫ് പോലെയാണ് നമ്മുടെ ജീവിതം. അപ്പോ കൂടുതൽ സ്നേഹിക്കുക നമ്മളെ ചുറ്റുപാടുള്ള ഫാമിലി, ഫ്രണ്ട്സിനൊക്കെ. പിന്നെ ചെറിയ ചെറിയ ചാരിറ്റി ഒക്കെ ചെയ്തിട്ട് മറ്റുള്ള ഹെൽപ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. അപ്രിഷിയേറ്റ് ദ മൊമെന്റ്. എപ്പോഴും ഒരു വലിയൊരു ആക്ട് ഓഫ് കൈൻഡ്നെസ് കാണിക്കുക. വല്ല പൈസയോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കാണുന്നവർക്ക് ഒരു ചെറിയൊരു സ്മൈല് സമ്മാനിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ല വ്യക്തിയായി ഹാപ്പിയായി ജീവിക്കാനാണ് അദ്ദേഹം പറയുന്നത്. കുറെ നല്ല വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വാല്യുബിൾ പോയിന്റ്സ്
ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കുറെ നല്ല കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയുന്നതാണ്, പക്ഷെ ഒന്നുകൂടി നമുക്കൊരു റിമൈൻഡർ ആയിട്ടാണ് ഈ ബുക്ക് തരുന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അബ്ദുൾ റഹീം സർ. നമ്മളൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഓരോരുത്തരും എത്ര ആത്മാർത്ഥതയോടെയാണ് ഈ ബ്രീഫിംഗ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഞാൻ എഴുതി വെച്ച ബുക്ക് ഓഫീസിലാണ്, എന്നിട്ടും ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഹാപ്പിനെസ് തുടങ്ങിയ ഭാഗത്ത് നമ്മളിലേക്ക് പോയിന്റ്സ് കൃത്യമായിട്ട്, ഹാപ്പിനെസ് നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് എന്ന് പറയുന്ന, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തണം, അതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മാത്രമാണ്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് ആക്സെപ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് ഇന്നർ പീസ് കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ മാത്രമാണ് എന്ന് അബ്ദുൾ റഹീം സാറ് നമ്മുടെ സാർ ഓഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാടധികം പോയിന്റ്സ് ഇത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ പറയണ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും നമ്മൾ എന്തുകൊണ്ട്, അതായത് വൈ വി നീഡ് ടു റീഡ് ബുക്സ് എന്നുള്ളത് ഇതിന്റെ ടുവേഴ്സ് ലാസ്റ്റ് പോർഷൻ വായിച്ചത് ഞാനാണ്. അപ്പൊ ഞാൻ അതിലേക്ക് തന്നെ കടക്കുകയാണ്. അതായത് നമ്മളൊരു ബുക്ക് ചൂസ് ചെയ്യുന്നതിന്റെ കാരണം ഇതിൽ പറയുന്നുണ്ട്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ആണെന്ന് നമ്മളൊരു ബുക്ക് ചൂസ് ചെയ്യണേ, നോട്ട് ഫോർ സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഇനി ഏത് ബുക്കാണ് ദ ബെസ്റ്റ് ബുക്ക് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിക്കോളൂ. കാരണം നമുക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യുക അല്ലെ, ഡിഷസ് ആണെങ്കിൽ തന്നെ. അതായത് അത്രയും ആസ്വദിച്ചിട്ടാണ് നമ്മളത് ഉള്ളിലേക്ക് എടുക്കുന്നത്. ദ ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങ് സ്വാലോ ചെയ്യാൻ തോന്നുന്നത്, വളരെ രീതിയിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് പ്രചോദനം ഇതിനെ കാണുന്നത്. ഈ ബുക്ക് എങ്ങനെ, കാരണം പല പോഡ്കാസ്റ്റുകൾ കാണുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് വന്നു ചേർന്നത്. ബട്ട് പ്രചോദന ബുക്ക് ക്ലബിന്റെ ഭാഗമായിട്ട് നമുക്കിത് വായിക്കാൻ സാധിച്ചത് കൊണ്ട് ലാസ്റ്റ് പോർഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സേവിങ് യുവർ സെൽഫ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. വളരെ നമുക്ക് എപ്പോഴും ഓർക്കാനുള്ള എളുപ്പത്തിന് ഞാനൊരു മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ. അതായത് നമ്മളൊരു കാർ ജേർണിയിൽ പോകുന്നു, നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് വാട്ട് യു ക്യാൻ ചേഞ്ച്. A stands for accept the things you can't change and rise above the things you can't change. അങ്ങനെ നമ്മൾക്ക് ഇവന്റ്സ് അല്ല ഹാപ്പിനെസിന്റെ കാരണം, നമ്മൾ അതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അവർ റെസ്പോൺസ് ടു ദ ഇവന്റ്സ് ഗിവ്സ് us ദ ഔട്ട്കം. രഞ്ജിനി ചേച്ചി തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ പ്രചോദനയുടെ ചോയ്സ് തിയറി, ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഈക്വൽ ടു ഔട്ട്കം, ആ ഐഡിയോളജി ആയിട്ട് ചേർന്ന് നിൽക്കുന്ന കണ്ടന്റ് ആണ് ഈ ബുക്കിൽ പറയുന്നത്. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ നോട്ടിൽ ഇത്രയധികം എക്സൈറ്റ്മെന്റ്. കാരണം ഇന്നത്തെ തുടങ്ങിയപ്പോൾ പറയായിരുന്നു ഹെക്ടിക് ആയിരുന്നു സൺഡേ, സ്റ്റിൽ ഇത്രയും എനർജിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള വൺ ഓഫ് ദ റീസൺ ദ കണ്ടന്റ് ഓഫ് ദ ബുക്കാണ്. ഇനി കാറിലേക്ക് വന്നു കഴിഞ്ഞാൽ സേവിങ് യുവർ സെൽഫിലെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വി നീഡ് ടു ചൂസ് ബീയിങ് യുവർ സെൽഫ്. അത് നമ്മുടെ ചോയ്സാ. ഓരോരുത്തരും യുണീക്കാണ്. ആ യുണീക്നെസ് കണ്ടെത്തി വാട്ട് ഇസ് മൈ ഹങ്കർ എന്ന് മനസ്സിലാക്കി യു നീഡ് ടു ചൂസ് ടു കെയർ യുവർ സെൽഫ്. സോ ബീയിങ് യുവർ സെൽഫ്, കെയറിങ് യുവർ സെൽഫ് രണ്ടാമത്തെ ടയർ. മൂന്നാമത്തെ ടയർ എന്ന് പറയുന്നത് വി നീഡ് ടു ബിൽഡ് അവർ സെൽഫ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ നോളജിലും സ്കില്ലിലും നമുക്ക് ഒരു ഉറപ്പ് വേണം, കോൺഫിഡൻസ് വേണം, എന്നാൽ നമുക്ക് തന്നെ നമ്മുടെ എംപ്ലോയ്മെന്റ് കണ്ടെത്താൻ സാധിക്കും. ഇനി നാലാമത്തത് ഗ്രോ യുവർ സെൽഫ്. ബി യുവർ സെൽഫ്, കെയർ യുവർ സെൽഫ്, ബിൽഡ് യുവർ സെൽഫ്, ഗ്രോ യുവർ സെൽഫ്. ഇത് നാലും നടക്കണമെങ്കിൽ അഞ്ചാമത് പറയണ കാര്യമാണ് വി നീഡ് ടു ഫ്രീ അവർ സെൽഫ് ഫ്രം മൂന്ന് കാര്യങ്ങൾ അതിൽ പറയണം: എക്സ്പെക്ടേഷൻസ്, ഫിയർ ആൻഡ് ഓവർ തിങ്കിങ്. ഇത് മൂന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ ഒരു ലൈറ്റ്നെസ്സോട് കൂടി പറക്കാൻ സാധിക്കും. അങ്ങനെ പറക്കാൻ സാധിക്കുമ്പോൾ രഞ്ജിനി ചേച്ചി ഇതിന് മുമ്പ് പറഞ്ഞ കാര്യം പ്രചോദനയിൽ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് കൊക്കിലൊതുങ്ങാതെ കൊത്താവൂ എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകോട്ട് വലിക്കും. നമ്മുടെ കൊക്കിന്റെ പവർ കൂട്ടാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ മാത്രമാണ്. അതിന് നമ്മുടെ ഫിലോസഫി എന്താണെന്ന് കണ്ടെത്തണം. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ ഓഫ് ദിസ് ബുക്ക്. മൈ ഫിലോസഫി എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, വേറെ ആരും പറഞ്ഞു തരുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് പ്രചോദനം നൽകാൻ സാധിക്കുമോ? പ്രചോദനം നൽകാൻ സാധിക്കില്ല.
We are just prachodana, meaning stimulus. How we respond to that stimulus gives us the outcome. അതുകൊണ്ട് ഇതില് ഫിലോസഫി എന്ന് പറയുന്നത്, മീനിങ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 3 കാഴ്ചപ്പാടുകൾ, പേഴ്സ്പെക്റ്റീവ്സ് ഈ ബുക്കിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഇതിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു പോയാൽ അത് വന്നിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് യുവർ ലൈഫ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ തേടി പോകുന്നത്. വാട്ട് വി പേ അറ്റൻഷൻ ടു, ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ്. ATM, നമ്മൾ അറ്റൻഷനും ടൈമും എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്നാണ് നമുക്ക് മണി കിട്ടുന്നത്. അത് വെൽത്ത് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ബി. അതാണ് ഫസ്റ്റ് മീനിങ് ഓഫ് ലൈഫ് പറയുന്നത്. സെക്കൻഡ് മീനിങ് ഓഫ് ലൈഫ്, ഇതിന്റെ രണ്ടാമത്തെ കാഴ്ചപ്പാട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല്, വാട്ട് എവർ വി ആർ ഡൂയിങ്, നമുക്കൊരു വൈ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു സ്ട്രോങ് വൈ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്. പക്ഷേ ആ സ്ട്രോങ് വൈ ചെയ്യുമ്പോൾ ദ മൊമെന്റ് നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ, കാരണം ഇതിൽ ബ്രീഫ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും ആ ദ മൊമെന്റ് എന്റെയും കൂടെ ആവശ്യമാണ്, ഐ നീഡ് ടു ഡു ഇറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അറ്റോമിക് ഹാബിറ്റ്സിൽ പഠിച്ചു, ക്രേവിംഗ് റെസ്പോൺസ് ആൻഡ് റിവാർഡ് എന്ന് പറയുന്ന ഭാഗത്തില് നമ്മുടെ ക്രേവിംഗ്, നമ്മുടെ ഹങ്കർ എന്താണ്, ആ നമ്മുടെ ഹങ്കറിന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണ്, അതാണ് ആ 95% ഓഫ് അവർ എന്താ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഇന്നർ പീസ്. റിവാർഡ് എന്ന് പറയുന്നത് അത് കിട്ടില്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ രജിസ്റ്റോടും പറഞ്ഞു, ഐ എം കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ് ബുക്ക്. വെക്കേഷൻ ആയതുകൊണ്ട് ക്ലിനിക്കിൽ തിരക്ക്, അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ചെയ്ത് ഇത് PPT ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂർ സമയം വന്നു. 1.5 മണിക്കൂറൊക്കെ ഞാൻ ഇട്ട് തന്നാൽ നിങ്ങൾ ഈ തിരക്കിന്റെ ഇടയിൽ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും റീസ്ക്രിപ്റ്റ് ചെയ്തു, വീണ്ടും കട്ട് ഡൗൺ ചെയ്ത് ഷോർട്ട് ചെയ്ത് എങ്ങനെ ഇത് നിങ്ങൾ കേൾക്കാവുന്ന പാകത്തിൽ ഒരു 1/2 മണിക്കൂറിലേക്ക് ചുരുക്കാം എന്നുള്ളതായിരുന്നു ഈ 2-3 ആഴ്ചയായിട്ടുള്ള എൻ്റെ ഒരു ബിഗ് ടാസ്ക് ആയിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ബുക്ക് വായിക്കണം. നമ്മുടെ ഹെൽത്ത് അതിൽ പറയുന്നുണ്ട്, വാട്ട് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്താണ്. ആ ഫിസിക്കൽ ഹെൽത്തിന്റെ ട്രയാഡ് വരുന്നത് നമ്മുടെ ഡയറ്റ്, നമ്മുടെ എക്സസൈസ്, നമ്മുടെ സ്ലീപ്പ്. ഇത് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത്, അത് മെഡിറ്റേഷനുള്ള ഒരുപാടധികം മെത്തേഡ്സ് അതിൽ പറയേണ്ടത്, അത് ഞാൻ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തുടങ്ങി അവസാനിപ്പിക്കാൻ പോകുന്ന 3ാമത്തെ പെർസ്പെക്റ്റീവ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നുള്ളത്. 3ാമത്തെ പെർസ്പെക്റ്റീവ് ആണ് അബ്ദുൾ റഹീം സാർ പറഞ്ഞത്. വി നീഡ് ടു തിങ്ക് അബൌട്ട് ദ ഓൺലി റിയാലിറ്റി ഓവർ ഹിയർ, ഡെത്ത് ഇസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി. അതിനെ നോക്കി കണ്ടുകൊണ്ട് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, കൂടിപ്പോയാൽ നമ്മുടെ 2 ജനറേഷൻസ് ആലോചിക്കും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ പൂർവികരെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേര് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത്രയും ലിമിറ്റഡ് ടൈമേ. അപ്പൊ നമ്മൾ ദ മൊമെന്റ് എൻജോയ് ചെയ്യാതെ ഈ ഓടിപ്പാഞ്ഞ് നടന്ന് ബിസി ആയിരുന്നിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ പറയണത് നമ്മുടെ കോർ വാല്യൂസ് എന്തായിരിക്കണം, ഓണസ്റ്റി ആയിരിക്കണം, ഇന്റഗ്രിറ്റി ആയിരിക്കണം. അതിൽ നിന്ന് വേണം നമ്മുടെ ഡിസയറിനെയും നമ്മുടെ സ്കില്ലിനെയും നോളജിനെയും നമ്മൾ നർച്ചർ ചെയ്ത് മുന്നോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ റാഷണൽ ബുദ്ധിസം എന്ന് പറയുന്നതാണ് നെവൽ രവികാന്ത് സ്വന്തമായിട്ട് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം. അതെന്തുകൊണ്ട് ബുദ്ധിസത്തിന്റെ കൂടെ റാഷണൽ ചേർത്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് സ്യൂഡോ സയൻസിൽ വിശ്വസിക്കുന്നില്ല. പ്രചോദനം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ എന്ത് സാധനം നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി, ഇത് കൊള്ളാം, ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുമായിരിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ വർക്ക്ഷോപ്പ് കണ്ടന്റ് ആയിട്ട് പറയാറുള്ളൂ. ദാറ്റ് ഇസ് വാട്ട് റാഷണൽ ബുദ്ധിസം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ സഫറിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. അതിനൊരു ചലഞ്ച് ആയിട്ട് എടുത്ത് അതിനെ ഓവർകം ചെയ്യണോ എന്നുള്ളത് തികച്ചും നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. സോ ഇൻസ്പിറേഷൻ ഇസ് പെരിഷബിൾ, ആക്ട് ഓൺ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നൊരു സെന്റൻസ് ആയിട്ടാണ് ഇത് അവസാനിക്കുന്നത്. സോ എൻ്റെ ഫിലോസഫി ഞാൻ കണ്ടെത്തുന്ന, ഞാനൊരു സിനിമ കണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ മാത്രമാണ്. അത് ഞാൻ മറ്റൊരാൾക്ക് കഥ പറഞ്ഞു കൊടുത്താലും ആ വ്യക്തി ആ സിനിമ കാണുമ്പോൾ ആളുടെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും എന്നിതിൽ പറയേണ്ടത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ ആ ഫിലോസഫി, ഐഡിയോളജി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നമ്മൾ പ്രചോദന ബുക്ക് ക്ലബിൽ ഇത്രയും പേര് കൂടി ചേർന്നിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഐഡിയോളജി ഏകദേശം ഈ തിരക്കിന്റെ ഇടയിലും വായന എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന
ഒരു കാര്യമാണ് എന്ന വൈബ് ഉള്ളത് കൊണ്ടാണ് വി ആർ ഹിയർ. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ആലിസ് മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ടു കൺക്ലൂഡ് ദ സെഷൻ. താങ്ക് യു ഉഷ. ആദ്യമായിട്ട് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് ഉഷയായിട്ട് സംസാരിക്കായിരുന്നു. ഇതില് ഓഡിയോ ചെയ്തിരിക്കുന്നവരെല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടിയും ഇപ്പം അബ്ദുൾ റഹീം സാറ് പറഞ്ഞ പോലെ അതിനെപ്പറ്റി പഠിച്ചിട്ട് ഒക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബുക്ക് വായിക്കണമെന്ന് എനിക്ക് ഒരു ബുക്ക് വായിക്കണമെന്ന് ഒരു തോന്നൽ ഉണ്ടാവുന്നത് ഈ ഓഡിയോ കേൾക്കുമ്പോഴാണ്. പലപ്പോഴും ചിലപ്പോൾ നമ്മൾക്ക് ബുക്ക് വായിക്കാറില്ല. അപ്പം ഇപ്പൊ ഞാൻ ഇന്ന് ഉഷയോട് പറയായിരുന്നു എനിക്ക് ഈ ബുക്ക് വായിക്കണം എന്നുള്ളത്. അപ്പൊ ഉഷയുടെ കയ്യിലുണ്ട്. അപ്പൊ വാങ്ങിക്കൊന്നും വേണ്ട, ഉഷയുടെ കയ്യിൽ നിന്ന് അത് എടുത്ത് വായിച്ചാൽ മതി എനിക്ക്. കാരണം ഞാൻ എല്ലാ ഓഡിയോയും കൃത്യമായിട്ട് കേട്ടു. ഇന്നാണ് കേട്ട് തീർന്നത് കേട്ടോ. ലാസ്റ്റാണ് ഉഷയുടെ ഇന്ന് കേട്ട് തീർന്നത്. അപ്പൊ ഓരോരുത്തരും വളരെ ആത്മാർത്ഥതയോട് കൂടിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബുക്ക് വായിച്ച ഒരു പ്രതീതി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ബുക്കിന് 2 പാർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, വെൽത്ത് അതുപോലെ ഹാപ്പിനെസ്. ഇതെല്ലാം നമ്മൾ വായിച്ച ബുക്കുകളുടെ ഒരു സംക്ഷിപ്ത രൂപമാണെന്ന് എനിക്ക് തോന്നി. കാരണം ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പം രഞ്ജിനി പറഞ്ഞിരുന്നു ഒരു ജോലി ഉണ്ടെങ്കിലും വേറൊരു ജോലിയും കൂടി ആകാം എന്നുള്ളത്. അത് തന്നെയല്ലേ നമ്മൾ ഇക്കിഗായിൽ പറയുന്നത്. നമ്മുടെ പാഷൻ ജോബ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു പാഷൻ ജോബായിട്ട് കണക്കാക്കണം. ഈ ജോലി പോയാലും ആ പാഷനിൽ നിന്ന് നമുക്ക് പൈസ കിട്ടണം. ഈ വെൽത്ത് ഇല്ലാതെ ജീവിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും മറ്റൊക്കെ ഐഡിയോളജിയാണത് അല്ലേ. മറ്റ് ഭയങ്കര സ്നേഹം മതി, അത് മതി, ഇത് മതി എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ പൈസ നമുക്ക് ആവശ്യമാണ്. ഏത് തരത്തിലാണെങ്കിലും മൂല്യങ്ങൾ വെച്ചിട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മൂല്യത്തിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാക്കുന്ന പൈസയല്ല. അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവുകൾ, നമുക്കുള്ള കഴിവുകൾ, നമ്മൾ സെൽഫ് അവയർനെസ്, അതിന് നമ്മൾ ബുക്ക് വായിച്ചു. അപ്പൊ ആ സെൽഫ് അവയർനെസിന്റെ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇച്ചിഗോ ഇച്ചി തന്നെയാണ് ആ ബുക്ക്. ലിവ് ഇൻ ദ പ്രസന്റ്. ഇപ്പൊ ജീവിച്ചില്ലെങ്കിൽ, ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഇനി പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അത് ഹാപ്പിനെസ് കണ്ടെത്തണമെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. പിന്നെ ഞങ്ങൾ ഇതിനു മുമ്പേ പറയായിരുന്നു, കാലത്ത് എഴുന്നേക്കാൻ ഒരു കാരണം വേണം. അതും ഇക്കിഗായിൽ പറയുന്നുണ്ട്, നമ്മൾ എഴുന്നേക്കാൻ ഒരു കാരണം വേണം. ആ കാരണം ഇല്ലെങ്കിൽ നമ്മൾ ബോറടിച്ച് അവിടെ തന്നെ കിടക്കും. ഓരോ ദിവസവും ബിസിയാണ്. ഞാൻ ഉഷയോട് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ച ഭയങ്കര ബിസി ആയിരുന്നു എന്ന്. പക്ഷെ എന്നാലും ആ ഓരോ ദിവസവും എഴുന്നേക്കാൻ ഒരു ബിസി ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. നാളെ വലിയ ബിസി ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നലുണ്ടെങ്കിൽ ഞാൻ കാലത്ത് എഴുന്നേക്കാൻ ഒരു മടി ഉണ്ടാവും എനിക്ക്. എന്നാലും നടക്കാൻ പോകുന്നതുകൊണ്ട് എഴുന്നേക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷെ എവറിബഡി ഷുഡ് ഹാവ് എ റീസൺ ടു വേക്കപ്പ്. അതും നമ്മൾ പഠിച്ചാണ്. പിന്നെ ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നതിന്റെ കാര്യം, അതും നമ്മൾ വായിച്ച ബുക്ക് തന്നെയാണ് അല്ലേ. നമ്മൾ വായിച്ച ബുക്കിന്റെ ഒക്കെ ഉള്ള ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് ഒന്നിച്ച് കിട്ടിയിരിക്കുകയാണിത്. വെൽത്ത് വേണം, ഹെൽത്ത് വേണം, ഹാപ്പിനെസ് വേണം. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാനാന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി റിവേഴ്സ് ചെയ്യണം അല്ലേ. ഹാപ്പിനെസ് ആദ്യം, പിന്നെ ഹെൽത്ത്, പിന്നെ വെൽത്ത്. പക്ഷെ അതാണ് എല്ലാവരും ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓർഡറിൽ പലരും പോകുന്നുണ്ട്, ഈ റിവേഴ്സ് ഓർഡറിൽ പലരും പോകാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഹാപ്പിനെസ് ഇല്ലാത്തത്. ഇപ്പൊ നമ്മുടെ ഹെൽത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇത് പറഞ്ഞ മാതിരി ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാ മദേഴ്സും ആദ്യം നമ്മുടെ ഹെൽത്ത് നോക്കുക. നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് വരിക. പിന്നെ ലാസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഡെത്തിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്. അതേപറ്റി ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരുവിധം നെഗറ്റീവ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു കടുംപിടുത്തം പിടിക്കാതെ നമുക്ക് ഉള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നും, എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നത്. ഡെത്തിനെ പറ്റി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചിന്തിക്കുക. ഞാനിപ്പോ ഓൾഡ് ആയതുകൊണ്ട് പറയുന്നതല്ല, യങ്സ്റ്റേഴ്സും നല്ലതാണ്. നമ്മൾ ആ ഏജിലൊന്നും ചിന്തിച്ചിട്ടില്ല, നമ്മളൊന്നും ഒരിക്കലും മരിക്കുന്ന രീതിയിലൊന്നും നമുക്കൊരു ചിന്ത ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം മാറി വന്നു സ്ഥിതികളെല്ലാം. ഇപ്പം ഓൾഡ് ഏജ് തന്നെയല്ല, ഏത് ഏജിലും മരണം നമ്മൾ പിടികൂടുക. അതുകൊണ്ട് ഈ ഡെത്തിനെ പറ്റി ചിന്തിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഓൾ ടുഗദർ നമുക്ക് വേണ്ട, ജീവിതത്തിൽ വേണ്ട എല്ലാ നുറുങ്ങുകളും കൂട്ടിച്ചേർത്ത ഒരു ബുക്കാണ് നെവൽ വിവേകാനന്ദിന്റെ ഈ ബുക്ക്. ഞാൻ പറയുന്നതിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ മസാലകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി വായിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ എല്ലാം ഓഡിയോ കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ. ശരിയാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഈ ഇച്ചിഗോ ഇച്ചി എന്ന് പറഞ്ഞ ബുക്ക് പലയിടത്തും നമുക്ക് റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ടില് ത്രൂ ഔട്ട്.
അപ്പൊ ഞാൻ യാത്ര ചെയ്തപ്പോഴത്തേക്ക് ഈ ബുക്കുമായിട്ടാ പോയത് വീക്കെൻഡില്. അപ്പൊ അമ്മ ചോദിക്കണത് എന്ത് ബുക്കാ നീ വായിക്കുന്നത്, എന്താ മനസ്സിലാവുള്ളല്ലോ ഇതിന്റെ പേര് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അമ്മ ഇത് ഞങ്ങളുടെ ബുക്ക് ക്ലബിൽ ഞങ്ങൾ വായിച്ചൊരു ബുക്കാണ്. ജീവിതത്തിൽ എങ്ങനെ സന്തോഷിക്കും, ഓരോ നിമിഷം ആസ്വദിച്ചിടണം ഓരോ നിമിഷവും, നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലെ. മിസ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞാനത് വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. താങ്ക് യു സോ മച്ച് ആലീസ് മിസ്. ഇന്ന് കേട്ട ഡിസ്കഷനിൽ 2-3 കാര്യങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചു. ഒന്ന്, ആലിസ് മാഡം പറഞ്ഞ ആ ഒരു സുഹൃത്തിന്റെ 30ഓളം കുട്ടികളെ കെയർ ചെയ്ത് ഒരു അമ്മയാവുക എന്നുള്ളത്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വളരെയധികം ഒരു അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അതിനുള്ള ഒരു സമയവും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പെട്ടെന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സമയമില്ലാന്നൊക്കെ ഞാൻ തന്നെ വിചാരിക്കുന്നു. സമയം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത്, രഞ്ജിനി മാഡം വെൽത്ത് ക്രിയേഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത്, നമ്മൾ ഷെയർ വാങ്ങാറുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ഇടാറുണ്ട്. ഇതിലെ ഉപരിയായിട്ട് കമ്പനികളിൽ അത് തുടങ്ങുമ്പോൾ തന്നെ ഗ്രോ ചെയ്യാനായിട്ട് ഫണ്ട് ചെയ്യണതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ പോപ്പീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, കുട്ടികളുടെ ഉടുപ്പുണ്ടാക്കുന്ന ഒരു കമ്പനി, ഇപ്പൊ അത് വളരെയധികം പലയിടത്തും അതിന്റെ കാണുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പേപ്പറിൽ ഈ പോപ്പീസിനെ ഫണ്ട് ചെയ്യാനായിട്ട് ഒരു പരസ്യം വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന, ആർക്ക് വേണമെങ്കിലും ഇതിനെ ഫണ്ട് ചെയ്യാം, അതായത് ഇതിന് ഷോപ്പൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഓരോ സ്ഥലങ്ങളിൽ. അപ്പോ റൂറൽ ഏരിയയിലാണെങ്കിൽ അത് 10 ലക്ഷം എന്നാണ് എന്റെ ഓർമ്മ. പിന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 10 കോടി അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടായിരുന്നു. അത് ശരിക്കും നമുക്ക് അതിനകത്തൊക്കെ റിസ്ക് ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ അമേരിക്കയിലുള്ള രവികാന്തിന് മാത്രമല്ല, ഇവിടെ അത് നമുക്ക് സാധിക്കാവുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ഉഷാമ്മയുടെ ഈ മരണത്തെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോ, എനിക്കിതുപോലെ പറയാമോ എന്നറിയില്ല. എന്നാലും എന്റെ ഒരു ചിന്തകൾ ഞാൻ അങ്ങ് ഓപ്പൺ ആയിട്ട് പറയുകയാണ്. എന്റെ അമ്മച്ചി മരിച്ച ഒരു അവസരം ഞാൻ ഓർക്കുന്നത് എപ്പോഴും. അമ്മച്ചിയെ കുറിച്ച് ഇപ്പൊ അമ്മയെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ആ ഒരു സീനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. അപ്പൊ അമ്മ ഇങ്ങനെ മരിച്ചിങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, പുതിയതോ അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഇട്ട് കിടത്തിയിരുന്നപ്പോ നല്ല ഒരു കളർഫുൾ സാരി ആയിട്ട് ഉടുക്കാനായിട്ട് ഞങ്ങൾ ഉടുത്തിരുന്നത്. നമ്മളാണല്ലോ ചെയ്യിക്കുന്നത്. അവർ ഇതിനെ കുറിച്ച്, ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പേ എന്നെ ഇങ്ങനെ ഉടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വെക്കും. പക്ഷെ അമ്മച്ചി അങ്ങനെ വെച്ചില്ല. ഏറ്റവും നല്ലൊരു സാരി ഉടുപ്പിച്ച കിടത്തിയിരുന്നത്. പക്ഷെ നല്ലൊരു ഭംഗിയായിരുന്നു അത്. അപ്പൊ എല്ലാവരും പറയും, എന്തൊരു ഭംഗിയായിരുന്നു റോളിയുടെ അമ്മച്ചി കിടക്കണ കാണാൻ എപ്പോഴും പറയും. അപ്പൊ എന്റെ മനസ്സിൽ ദിവസത്തിലൊരിക്കൽ മരണത്തെ കുറിച്ച് ചിന്തിക്കണമെന്നൊക്കെ ഇവിടെ ആരൊക്കെ പറഞ്ഞു. അത്രയും ചിന്തിച്ചില്ലെങ്കിൽ പോലും അമ്മച്ചി ആ കിടന്ന കിടപ്പ് ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ, ഞാനും അതുപോലെ നല്ലൊരു സാരി ഉടുത്ത് കിടക്കണായിരിക്കും എന്ന് എപ്പോഴും എന്റെ മനസ്സിൽ. എന്തൊക്കെ നേടി എവിടെയൊക്കെ എത്തിയാലും ആ ഒരു കിടപ്പാണ് നമുക്ക് അവസാനം ഉണ്ടാവാൻ പോകുന്നത്. ഇങ്ങനെ പലപ്പോഴും ഒക്കെ ഞാനും ചിന്തിക്കാറുണ്ട്. പിള്ളേരോട് സാരിയെ കുറിച്ചൊന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് പറയുമായിരുന്നു. ഇത്രയും ആണ് ഇന്നത്തെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ. താങ്ക് യു. ഞാനും ഇങ്ങനെ ഒരു ആഗ്രഹം. അപ്പൊ എന്റെ മണി പറയാണേ, അല്ല ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ കിടന്നാലും എനിക്ക് കാണാൻ പറ്റൂല്ലോ എന്ന്. അപ്പൊ മണി പറയാ, നമുക്കൊരു ഡ്രസ് റിഹേഴ്സൽ നടത്താന്ന്. മരണത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയും വളരെ പറയുക ലൈറ്റ് ആയിട്ട് ഈ പറയണേ, അതെ അതെ, വളരെ ലൈറ്റ് ആണത്. അല്ല നമ്മുടെ ബൈബിളില് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പറയണ ലാസ്റ്റ് സെന്റൻസ്, നല്ല മരണത്തിന് നമ്മളെ എന്തൊരു യോഗ്യരാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്നൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. നമ്മളിങ്ങനെ വായിക്കും. പിന്നെ ഒരു അവസാനം പറയുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? യുദ്ധങ്ങളിൽ നിന്നുള്ള സമാധാനത്തിനും പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനുമായിട്ടുള്ള ഒരു ഉള്ള ഒരു യാത്രയാണിത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതൊക്കെ വർഷങ്ങൾ മുമ്പ് എഴുതി വെച്ചേക്കണേന്ന് ഓർക്കണം. ഇപ്പൊ നമ്മൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. രഞ്ജിനി മാഡം നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു കേട്ടോ. സംസാരിക്കുന്നത് കേൾക്കാനും നല്ല ഇൻട്രസ്റ്റിംഗ്, കണ്ടോണ്ടിരിക്കാനും നല്ല രസം. താങ്ക് യു മിസ്. താങ്ക് യു റോളി മിസ്. അപ്രീസിയേഷൻ കൊടുക്കണമെന്ന് പറയണത് അത് സ്പെസിഫൈ ചെയ്ത് എടുത്തു പറയുമ്പോഴേ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ഒരു വലിയ ഒരു കഴിവാണ്. താങ്ക് യു മിസ്. ഇനി നമ്മുടെ അടുത്ത മാസത്തെ ബുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് എ ടേണിംഗ് പോയിന്റ്. 50th ബുക്ക് ഓഫ് അവർ പ്രചോദന ബുക്ക് ക്ലബ്. ഇന്റർനെറ്റും
മാനസിക രോഗങ്ങൾ. കാച്ചിക്കുറുക്കി വളരെയധികം ഇഷ്ടത്തോടെ കഷ്ടപ്പെട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരു സൈക്കോളജിസ്റ്റ് സ്വന്തം ക്ലിനിക്കിൽ വരുന്ന കേസസിന്റെ അകമ്പടിയോട് കൂടി, ഞാൻ 2-3 ചാപ്റ്റേഴ്സ് ഇപ്പൊ ബുക്ക് കൈ കിട്ടിയ വശം ഒന്ന് മറച്ചു നോക്കി ഇതിന്റെ ഇടയിൽ, വളരെ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. ഓതറും നമ്മുടെ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50ാമത്തെ ബുക്കിന്റെ ഡിസ്കഷനിൽ നമ്മൾക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ പ്രചോദന സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഹാഫ് സെഞ്ചുറി അടിക്കാൻ പോണു. യെസ്, ഹാഫ് സെഞ്ചുറി. താങ്ക് യു മിസ്. അല്ല, ഇതില് താങ്ക് യു ഉഷ. എന്താ നമ്മളൊരു കാര്യം, അതായത് ഇറേഷണലി ഒബ്സസ്ഡ് ടു സംതിങ്, അതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും അതായത് ഇതില് ഈ റീഡിങ് എന്ന് പറയുന്നത് ഇറേഷണലി ഒബ്സസ്ഡ് ആയിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ശരിയാണ്, തീർച്ചയായിട്ടും.